റോമൻ പട്ടാളത്തിലെ ഒരു കേണൽ ലെവലിലുള്ളതായ ശതാധിപൻ വളഞ്ഞുകുത്തി 33 വയസ്സ് പ്രായമുള്ള ഒരു യഹൂദ റബിയുടെ മുമ്പിൽ, യഹൂദ റബിയുടെ വേഷമില്ല, ഗലീലയിലെ ദരിദ്രനായ റബി എന്ന് വിളിച്ച യേശുവിൻ്റെ മുമ്പിൽ അമേൻ താഴെ കുനിഞ്ഞു നിന്നുകൊണ്ട് തൻ്റെ ദാസൻ്റെ സൗഖ്യത്തിന് വേണ്ടി പറഞ്ഞപ്പോൾ കർത്താവിനെ അമ്പരപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിൻ്റെ വീട്ടിലോട്ട് വരാൻ പോവാ. ആ മനുഷ്യൻ പറഞ്ഞു, അങ്ങോട്ടൊന്നും വരരുത്, ഞാൻ അധികാരത്തിൻ്റെ കീഴിലുള്ളവനാണ്. ആ മനുഷ്യൻ പറഞ്ഞ വാക്കിന്ന് രാത്രി ആവർത്തിക്കാം, അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി, രണ്ടാമതൊരു വാക്ക് വേണ്ട, ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. 4 ദിവസം കഴിഞ്ഞാലും നാറ്റം വെച്ചാലും ആ കല്ലറയ്ക്കൽ നിന്നുകൊണ്ട് ഒറ്റ വാക്ക് പറഞ്ഞാൽ ഇരുന്ന ഇടത്തുനിന്ന് കല്ലറയ്ക്കകത്തേക്ക് ഇറങ്ങി വന്ന് ആമേൻ ജീവനോടെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന യേശുവിൻ്റെ മഹാസാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഈ യോഗത്തിൻ്റെ നടുവിലുണ്ട്. ഹല്ലേലൂയ. പുതിയ നിയമത്തിലെ ഇടയൽ ലേഖനങ്ങളിലൊന്നായ പാസ്റ്ററൽ എപ്പിസൽസിലൊന്നായ തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നമ്മുടെ കർത്താവിനെ ഇന്ന് രാത്രിയിൽ ഈ ദേശത്തും ഈ പന്തലിലും ഉയർത്തുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. തീത്തോസ് ലേഖനം 2-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികൾ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. 2 പ്രത്യക്ഷതകൾക്കിടയിലൂടെ വികസിച്ചു വരുന്നതായ ഒരാത്മീക ദൂതാണ് ഈ വചനങ്ങളിലൂടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യക്ഷത എന്ന വാക്കിന് പൗലോസൊക്കെ ഉപയോഗിച്ച വാക്ക് പറൂസിയ എന്നാണ്, ഗ്രീക്ക് പദമാണ്. പറൂസിയ എന്ന വാക്കിൻ്റെ അർത്ഥം വ്യക്തിപരമായ, പേഴ്സണൽ അപ്പിയറൻസ്, വ്യക്തിപരമായ പ്രത്യക്ഷത. അത് സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വലിയ രാജാക്കന്മാർ ഒരു ദേശത്തേക്ക് കടന്നു വരുമ്പോൾ, അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ, ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസിറ്റിന് വേണ്ടി കടന്നു പോകുമ്പോൾ, ബ്രിട്ടൻ്റെ പ്രൈം മിനിസ്റ്ററോ വ്ളാഡിമിർ പുടിനോ ഇന്ത്യയിൽ വരുമ്പോൾ, അതുപോലെയുള്ള മഹാന്മാരുടെ മറുരാജ്യങ്ങളിലേക്കുള്ളതായ അവരുടെ ആഗമനത്തോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചു വന്നിരുന്ന ഒരു സാമാന്യ പദമായിരുന്നു പറൂസിയ, പ്രത്യക്ഷത എന്നുള്ള വാക്ക്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ പ്രത്യക്ഷത വ്ളാഡിമിർ പുടിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചല്ല. ഇന്ന് രാത്രിയിൽ ഇവിടെ ഈ വചനം പറയുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ അപ്പിയറൻസിനെ കുറിച്ചല്ല. ഇന്ന് രാത്രിയിൽ ഇവിടെ ഉയർത്തുന്നത് പ്രത്യക്ഷപ്പെട്ടവനും ഇനിയും പ്രത്യക്ഷപ്പെടാൻ പോകുന്നവനുമായ ഒരാളുണ്ടെങ്കിൽ അത് വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രമാണ്. കുറച്ചു മുമ്പേ പാടിയില്ലേ, ഉലകം മഹാന്മാർ അഖിലരുമെന്നൊക്കെ. സ്തോത്രം, ആമേൻ. അത് ലീഡിയതിയ ബ്രദർ പറഞ്ഞു, ലോകത്തിലെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, ലോകത്തിലെ മഹാരഥന്മാരുടെ കലറുകളെ കുറിച്ചൊക്കെ. ആമേൻ. ഞാൻ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ഇംഗ്ലീഷ് സാഹിത്യമായിരുന്നു എൻ്റെ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം. ആമേൻ. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സാഹിത്യമായിരുന്നു. അപ്പോൾ അവിടെ നിരന്തരമായി പഠിച്ചുകൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രൊഫസർ എന്ന് പറയുന്നത് കേരളത്തിലെ ഷേക്സ്പിയർ സാഹിത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഫസറായിരുന്ന ചങ്ങനാശ്ശേരി SB കോളേജിലെ അഗസ്റ്റിൻ സാറായിരുന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഷേക്സ്പിയർ ഗൈഡുകൾ എഴുതിയിട്ടുള്ളത് അഗസ്റ്റിൻ സാറായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ മുട്ടിട്ട ഒരു ആഗ്രഹമായിരുന്നു, എന്നെങ്കിലും ലണ്ടൻ സന്ദർശിക്കുമ്പോൾ ഷേക്സ്പിയറിൻ്റെ ശവകുടീരം കിടക്കുന്ന വെസ്റ്റ്മിനിസ്റ്റർ ആബയിൽ ചെന്ന് ആ ശവകുടീരം ഒന്ന് കാണണമെന്ന്. ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടെ ചെന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ബക്കിംഗ്ഹാം കൊട്ടാരം കാണണമെന്നല്ല,
സഹോദരന്മാരോട് പറഞ്ഞത് അവിടുത്തെ ഏറ്റവും വലിയ മറ്റ് അവിടുത്തെ ഏതെങ്കിലും കാര്യങ്ങൾ കാണാനില്ല. ഞാൻ ഈ കൊതി കൊണ്ട് പറഞ്ഞു, എനിക്ക് വെസ്റ്റ്മിനിസ്റ്റർ ആബേ എന്ന് പറഞ്ഞാൽ ശവക്കല്ലറയാണ്, മൊത്തം ശവക്കോട്ടയാണ്, മഹാരഥന്മാരുടെ കല്ലറയാണ്. അപ്പോൾ ചോദിച്ച ഗൈഡ് അതിനെ 12ാം ലെവൽ കല്ലറയുടെ അടുക്കിലേക്ക് കൊണ്ടുപോയി. അവിടെ എൻ്റെ ചിരകാല സ്വപ്നമായിരുന്ന വില്യം ഷേക്സ്പിയറുടെ കല്ലറ അവിടെ ഉണ്ട്. ഞാനിങ്ങനെ നോക്കിയപ്പോൾ പഴഞ്ചനൊരു കല്ലറ, അതിൻ്റെ മുമ്പിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു വാക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഹിയർ ലൈസ് മിസ്റ്റർ വില്യം ഷേക്സ്പിയർ, ദ ഗ്ലോറി ഓഫ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൻ്റെ ഗ്ലോറി ആയിരിക്കുന്ന, മഹത്വമായിരിക്കുന്ന വില്യം ഷേക്സ്പിയറുടെ കല്ലറയാണിത്. പക്ഷേ അത് അടഞ്ഞാ കിടക്കുന്നത്. ഈ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ഡൽഹിയിൽ പോയിരുന്നു. ഡൽഹിയിലെ മഹാരഥന്മാരുടെ കല്ലറ കിടക്കുന്ന രാജ്ഘാട്ടിൻ്റെ മുമ്പിലൂടെ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന എന്നേക്കാൾ കൂടുതൽ പോയവരിവിടെയുണ്ട്. ഞാനൊരു 50 വട്ടം മുമ്പിലൂടെ നടന്നിട്ടുണ്ട്, അതിൻ്റെ ഇപ്പുറത്തൂടെ നടന്നിട്ടുണ്ട്. പക്ഷേ മഹാത്മജിയുടെ കല്ലറ മുതൽ ഏറ്റവും ഒടുവിലത്തെ കല്ലറകൾ വരെ അടഞ്ഞു കിടക്കുകയാണ്. അവർ ചരിത്രത്തിലേക്ക് ഇറങ്ങി 5 കൊല്ലം ഭരിച്ചു. അവിശ്വാസ പ്രമേയം പാസ്സായില്ലെങ്കിൽ ഒരു ടേമും കൂടി ഇരുന്നു. 5 കൊല്ലം കൂടെ ഭരിച്ചു. ഇനി ഏറിയാൽ ഒരു 3 കൊല്ലം കൂടെ ഭരിക്കും. 15 കൊല്ലം കഴിയുമ്പോൾ അവരെ ലോകം മറക്കും. ഇനിയും അവർക്കൊരു പ്രത്യക്ഷത ഉണ്ടാകത്തില്ല. അവർ മുഴുവൻ വന്നു, അവരുടെ നിമിത്തങ്ങൾ സാധിച്ചു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മസിലൊന്നും പിടിച്ചിരിക്കേണ്ട. 3 തലമുറ കഴിഞ്ഞാൽ നമ്മളെ ഒന്നും ഒരുത്തം പോലും ഓർക്കത്തില്ല. ഇന്ന് രാത്രി റോയ് മുംബാഷൊക്കെ എത്ര വീറോടാണ് ജെയിംസ് ഷാനെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ എനിക്കറിയാം 3 തലമുറ കഴിഞ്ഞാൽ ഈ യോഗത്തിൽ എൻ്റെ പേരെ ഒരൊറ്റയാൾ പോലും ഓർക്കത്തില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ മിടുക്കൻ്റെ പേര് പോലും 3 തലമുറ കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല. നിങ്ങളുടെ വല്യപ്പച്ചൻ്റെ അപ്പച്ചൻ്റെ പേരെന്താന്ന് ചോദിച്ചാൽ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന ഒരു 500 പേരെ 5ാം തലമുറയുടെ വീമ്പൊക്കെ ഇവിടെ പറഞ്ഞല്ലോ. 3 തലമുറ കഴിഞ്ഞാൽ വിലയം ചെയ്യുന്ന മനുഷ്യരുടെ മുമ്പിൽ ഒരിക്കൽ വന്നിട്ട് കേവലം കല്ലറയ്ക്കുള്ളിൽ നീറി ഒടുങ്ങുകയല്ല, ആമേൻ, ആ കല്ലറയുടെ കല്ലിനെ ഉരുട്ടി മാറ്റി റോമൻ സാമ്രാജ്യത്തിൻ്റെ മുദ്രകളെ എടുത്ത് ദൂരെ കളഞ്ഞ് പിശാചിൻ്റെ കരിങ്കോട്ടകളെ തച്ചുടച്ചുകൊണ്ട് ആമേൻ 3-ാം നാൾ പുറത്തിറങ്ങി 40 ദിവസം കഴിഞ്ഞപ്പോൾ ഉയരത്തിലേക്ക് കരേറിപ്പോയി. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ പ്രത്യക്ഷതയ്ക്കായി ഇനിയും പ്രത്യക്ഷനാകാൻ പോകുന്ന ഒരാളെയാണ് എടക്കാട് കൺവെൻഷന്റെ 3-ാം രാത്രിയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, ഇവിടെ ഇരിക്കുന്ന സർവ്വ ദൈവമക്കളും ഒരുമിച്ച് ഉയർത്തുന്നത് 3 തലമുറ കൊണ്ട് മറക്കുന്നവനെ അല്ല. ആമേൻ. ഒതുങ്ങിയ കല്ലറയിൽ അടഞ്ഞുകൂടി കിടക്കുന്ന ദ്രവിച്ച അസ്ഥികൾ ഉള്ളവനെ അല്ല, മരണത്തെ ജയിച്ചവനും സകല നാമത്തിനും മേലായ നാമമുള്ളവനും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആകത്തെ കാണണമെന്ന് തുറന്നാൽ ഒരു കാഴ്ച കാണാം. നിങ്ങൾ തോമസ് ഫിലിപ്പിനെയല്ല കാണുന്നത്, 7 നക്ഷത്രങ്ങൾ കയ്യിൽ പിടിച്ചവനും ആമേൻ കാൽപാദങ്ങൾ ഉലയിൽ ചുട്ടെടുത്ത കാലുകളെ പോലെ അധികാരമുള്ളവനും ദിവസങ്ങൾക്ക് പൂർവനായ തവള പഞ്ഞി പോലുള്ള മുടികളുള്ളവനും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ളവനും ആദ്യനും അന്ത്യനും ആൽഫയും ഒമേഗയുമായവൻ നിന്റെ തൊട്ടടുത്തുണ്ട് കുഞ്ഞെ. രാത്രിയിൽ നിന്റെ കരണത്തിന് ചലനം തന്നോ, ആദരത്തിന് ശക്തി പകർന്നോ, നിന്റെ പ്രാണന് ക്ഷതം വരാതെ സൂക്ഷിച്ചോ ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് രാത്രി സ്തുതി ഉയരട്ടെ. ആ മഹത്വം ഇന്ന് രാത്രിയിൽ ഒന്ന് കാണുവാനിടയാകട്ടെ. ഈ കോവിഡ് സമയത്ത് നമുക്ക് ഓൺലൈൻ മീറ്റിംഗ്, കോവിഡ് അങ്ങോട്ട് ഭയങ്കരമായിട്ട് വന്ന ആ വീക്കിൽ ഞാൻ കുവൈറ്റിലായിരുന്നു. അപ്പം ഞാൻ വന്ന ഒരു ദിവസം കഴിഞ്ഞപ്പം എയർപോർട്ട് അടച്ചു. അപ്പം പെട്ടെന്ന് പോരുകയായിരുന്നു. അപ്പം എല്ലാം ഓൺലൈൻ പ്രോഗ്രാമായി ഭയങ്കരമായിട്ട് കുവൈറ്റിൽ വന്നു. അപ്പം ഓൺലൈൻ പ്രോഗ്രാമിലോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഉപദേശിമാരെല്ലാം പറയുന്ന സ്ഥിരം വാക്ക് പറഞ്ഞു, 2-3 പേർ എൻ്റെ നാമത്തിൽ ഇവിടെ കൂടിയാലും. അപ്പോൾ എൻ്റെ സ്ക്രീനിൽ ഒരു മെസ്സേജ് വന്നു. നിങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ കുറേ ദിവസം കൊണ്ട്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഈ ക്യാമ്പിനകത്ത്. അന്ന് കോവിഡ് വന്ന ചത്തുപോകുമെന്ന എല്ലാവരും കരുതിയ, തിരിച്ചു വരവില്ല.
ഈ കുഞ്ഞ് ഒരു 31 വയസ്സുള്ള, എല്ലാം വിറ്റ് അപ്പനെ അമ്മയും വിട്ട് ആ ക്യാമ്പിൽ അവന് മാത്രമാണ് കോവിഡ് ആഞ്ഞടിച്ചത്. ആ ക്യാമ്പിൽ നിന്ന് സകല ആളുകളെ മാറ്റി അവൻ ഐസൊലേഷനിലാണ്. അവൻ മാത്രമേ ഉള്ളൂ. ആ കുഞ്ഞിൻ്റെ ലാപ്ടോപ്പാണോ അവൻ്റെ സ്ക്രീനിൻ്റെ മുമ്പിൽ നിന്ന് മെസ്സേജ് വരികയാണ്, പാസ്റ്റർ അങ്കിൾ ഐ ആം അലോൺ ഹിയർ, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെയുള്ളൂ. രണ്ടാമതൊരാളുടെ, നിങ്ങളെല്ലാവരും പറയുന്നുണ്ടോ 2-3 പേരെന്ന്? ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നിടത്തെ ദൈവസാന്നിധ്യത്തെക്കുറിച്ച് പാസ്റ്റർ അങ്കിളിന് എന്തെങ്കിലും പറയാനുണ്ടോ? ആമേൻ. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഉള്ളിൽ തന്നു. നാട് കടത്തപ്പെട്ട ഒരു മനുഷ്യൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന ബോട്ട് തിരിച്ചു വരത്തില്ലെന്ന് കരുതി അപ്പുറത്ത് കിടക്കുമ്പോൾ ഇവൻ തീർന്നു പോയെന്ന് റോമക്കാർ മുഴുവൻ കരുതിയപ്പോൾ, ആമേൻ, ആരാധിക്കാൻ ഒരു ദിവസം കിട്ടിയപ്പോൾ, ആമേൻ, കർത്താവിൻ്റെ ദിവസമായപ്പോൾ അവൻ മുഴങ്കാൽ മടക്കി ആദരം തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത 7 മഹത്വത്തോടുകൂടെ ഇറങ്ങി വന്ന ആവേ കർത്താവ്. ഞാനൊക്കെ ചെറിയ ദൈവദാസനാ, അതുകൊണ്ട് ഒരാളെ ഉള്ളെങ്കിൽ ഇതുപോലെ തന്നെ പ്രസംഗിക്കും. 100 പേരെ ഉള്ളെങ്കിൽ ഇതുപോലെ തന്നെ പ്രസംഗിക്കും. കാരണം ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്, ആമേൻ, എന്നെക്കുറിച്ചല്ല, ഞാൻ കണ്ട അമേരിക്കയെക്കുറിച്ചല്ല. ഞാൻ പ്രസംഗിക്കുന്ന ആള് ഇന്ന് രാത്രി മഹത്വത്തിൻ്റെ രാജാവ്, തേജസ്സിൻ്റെ കർത്താവ്. ഓ ഹല്ലേലൂയ. അകത്തളം തിളച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇന്ന് രാത്രി ഈ കൂട്ടത്തിൻ്റെ നടുവിൽ ആ കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ടെന്ന്, ആമേൻ, ഉറപ്പുള്ള ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ അവരതിനെ സെലിബ്രേറ്റ് ചെയ്യണം, അവരതിനെ ആഘോഷിക്കണം, അതിനെ വീണ്ടും നമസ്കരിക്കുന്ന പോലെ. ആമേൻ. കഴിയുമെങ്കിൽ ഒന്നുകൂടെ ആ കരമൊക്കെ ഒന്ന് അടിച്ച്, എനിക്കൊരു വിഷമോ ഇല്ല. ഓ രക്ഷേതനിയാമ. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലന് തിരോധാനം ചെയ്യാനുള്ള സമയമായി. ഏറ്റവും ഒടുവിൽ എഴുതുന്ന പൗലോസിന്റെ അസ്തമയ ലേഖനങ്ങളിൽപ്പെട്ട ഒരു ലേഖനമാണ് പ്രത്യേകിച്ചും തീത്തോസ് എന്ന് പറയുന്നത്. 2 തീമോഥെയോസും തീത്തോസും ഒക്കെ പൗലോസിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്കുകളുടെ ഘനമാർന്ന ഭാഗങ്ങളാണ്. റോമൻ കാരാഗ്രഹത്തിൽ, ആമേൻ, അടുത്ത ദിവസം സെറിമോണിയലായിട്ട് തന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്ന വാൾ രാകുന്നത് കേട്ടുണ്ട്. അവിടെ കിടക്കുമ്പോൾ തൻ്റെ ശുശ്രൂഷ കൈമാറാൻ മറ്റൊരു ചെറുപ്പക്കാരനായ ദൈവദാസനെ തീമോഥെയോസിനെ പോലെ താൻ കണ്ടെത്തി ക്രേത്തദ്വീപിലാക്കിയിരിക്കുന്ന ഈ ദൈവദാസന് ചടുലമായ വാക്കുകളോടെ, ചോര വീണ വാക്കുകളിലൂടെ, വേർപ്പ് തുള്ളികൾ വീണ വാക്കുകളിലൂടെ ഒരു ജയാളിയെ പോലെ പൗലോസ് എഴുതുന്ന ഒരു 3 അധ്യായമുള്ള ഒരു കൊച്ചു ലേഖനമാണ് തീത്തോസിന്റെ ലേഖനം. പത്മോസ് ദ്വീപ് പോലെ മധ്യധരണി കടലിന്റെ, മെഡിറ്ററേനിയൻ കടലിന്റെ ഒരു ഭാഗത്തുള്ള ഈജിയൻ കടലിന്റെ തീരത്തെ കടലിടുകളിലൊന്നായി 100 കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ളതായ ഒരു കൊച്ചു ദ്വീപിനകത്ത് സുവിശേഷത്തിന് കടന്നു കയറാൻ, ആമേൻ, ഒരുപാട് മതിലുകൾ എതിരായിട്ടുണ്ടായിരുന്നു. ക്രേത്തർ നാക്കെടുത്ത, ആമേൻ, അസത്യമേ പറയത്തുള്ളൂ. ക്രേത്തര് വാ തുറക്കുന്ന 2 കാര്യത്തിനാന്ന് പറയുന്നത്, ഒന്നീ കള്ളം പറയാനും അല്ലെ വല്ലതും കഴിക്കാനും. ഇത് രണ്ടിനുമല്ലാതെ. അങ്ങനെ തന്നെയാണ് പൗലോസ് പറയുന്നത്. ക്രേത്തർ സർവ്വതാ അസത്യവാദികളും ദുഷ്ടജന്തുക്കളും. പിന്നൊരു വാക്ക് പറയുന്നുണ്ട്, പേരു. 2 കാര്യത്തിനെ വാ തുറക്കത്തുള്ളൂ. ആമേൻ. ഒന്നി കള്ളം പറയാം, അല്ലെങ്കിൽ വല്ലതും കഴിക്കാൻ. ഈ 2 കാര്യത്തിനല്ലാതെ നാക്ക് തുറക്കുന്ന ഒരു ഗ്രൂപ്പല്ലായിരുന്നു. അതുപോലെ ദുഷ്ട ജന്തുക്കളായിരുന്നു, ആനിമൽസായിരുന്നു, ദുഷ്ടന്മാരായ ജന്തുക്കൾ. സുവിശേഷം പറയുന്നതിനെയൊക്കെ തല്ലുകയും ഇടിക്കുകയും കൊല്ലുകയും ചെയ്യുന്നവരൊക്കെ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിട്ട് വേണം ചുട്ടുകരിക്കാൻ പോകാൻ. ഹല്ലേലൂയ. 2 വട്ടം ചിന്തിച്ചിട്ടേ പോകാവൂ. ഭയങ്കര ജന്തുക്കളെ പോലെ ചാടി വീഴുന്ന ഇടത്തേക്ക് ഒരു കാര്യം സത്യമാണ്, എവിടെ അടച്ചാലും, ഏത് എരികോവ് കൊട്ടി ഉയർത്തിയാലും, ഏത് ശക്തികൾ ഒരുമിച്ച് നിന്നാലും സുവിശേഷത്തിൻ്റെ അകത്തളങ്ങളെ തടഞ്ഞു നിർത്താൻ ലോകത്തിൽ ഒരൊറ്റ ശക്തിക്കും കഴിയത്തില്ല. ഇതൊരു ഓൺ-എയർ പബ്ലിക് മീറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ അതിനപ്പുറത്തോട്ട് പോകുന്നില്ല. ഞാൻ പൗലോസ്ലീഗയുടെ ഒരു വാക്ക് ഉപയോഗിക്കാം, ദൈവവചനത്തിനോ ബന്ധനമില്ല. വചനം പറയുന്നവനെ എറിയാൻ, ബന്ധിക്കാൻ, കാരണം ചോദിക്കാനും പറയാനും ആളുമില്ലെന്നാണ് അവൻ്റെ ചിന്ത എന്ന് പറയുന്നത്. ആരും ചോദിക്കാനും പറയാനും ഇല്ലാഞ്ഞിട്ടും, ആമേൻ, പൗലോസ് എഴുതി വെച്ചു, ദൈവവചനത്തിന്
ഒരൊറ്റ ബന്ധനവുമില്ല. ഇന്ന് രാത്രിയിലും ഇവിടെ പറയുന്ന വചനത്തെ വീടടച്ചു വെക്കാം, നാടടച്ചു വെക്കാം. പക്ഷെ ഈ തരംഗം പോലെ ഇതിനകത്ത് കിടന്ന് ഈ യോഗം കഴിയുമ്പോൾ ചിലരെ കർത്താവ് വചനത്താൽ പുറത്തു കൊണ്ടുവരുന്നത് ഇരുട്ടിന്റെ സകല ആധിപത്യങ്ങളെയും ഇന്ന് രാത്രി തുറന്നഴിക്കാൻ കഴിയുന്ന ആമേൻ ആ സുവിശേഷത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് ഈ സുവിശേഷം ആമേൻ അടുത്ത പ്രാവശ്യത്തെ MLA തരാനുള്ള മാനിഫെസ്റ്റോ അല്ല. അടുത്ത പ്രാവശ്യത്തേക്ക് ഇലക്ഷൻ വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു പഞ്ചായത്ത് മെമ്പറെ കിട്ടാനുള്ള മാനിഫെസ്റ്റോ അല്ല ഇത്. സ്തോത്രം. അടുത്ത പ്രാവശ്യം ആമേൻ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു MBA കിട്ടാനുള്ള മാനിഫെസ്റ്റോ അല്ല. പെന്തിക്കോസുകാരൻ്റെ ആമേൻ ക്രിസ്ത്യാനിയുടെ മാനിഫെസ്റ്റോ അല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്ന ഒറ്റ ആളാണ്. സുവിശേഷം എന്ന് പറയുന്ന ദാവീദിന്റെ സന്തതിയായി മനുഷ്യത്വം ധരിച്ച് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് ആമേൻ ഹല്ലേലൂയ 3-ാം നാൾ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശുവാ സുവിശേഷം. അതിനെ തടഞ്ഞു നിർത്താൻ ഒരൊറ്റ ശക്തിക്കും കഴിയത്തില്ല. അത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ക്രേത്ത ദ്വീപിനകത്ത് സഭയുണ്ടായി. അവിടെ മൂപ്പന്മാരെ ആക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, നീ ഒരു ചെറുപ്പമാ, നീ പ്രസംഗിക്കാൻ എഴുന്നേക്കുമ്പോൾ ആമേൻ ഒരുപക്ഷെ നിന്റെ പ്രായത്തെ തുച്ഛീകരിക്കുന്നവരുണ്ട്, നിന്റെ മിനിസ്ട്രിയെ ശുദ്ധീകരിക്കുന്നവരുണ്ട്. പക്ഷേ ഈ കാര്യം നീ ഗൗരവത്തോടെ പറയണം. ഇന്ന് രാത്രി ആമേൻ ചിരിച്ചോണ്ടാണെങ്കിലും ഗൗരവത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, സകല മനുഷ്യർക്കും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കൃപ ചരിത്രത്തിൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഈ വിലയില്ലാത്ത സാധനങ്ങൾക്ക് നമ്മൾ വലിയ മൂല്യമൊന്നും കൊടുക്കാറില്ല, വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കാറില്ല. അതുകൊണ്ട് ഈ ദൈവകൃപ എന്നൊക്കെ പറയുമ്പോൾ ഇത് ഫ്രീ ഗിഫ്റ്റാണ്. ഇത് ഫ്രീ ആകാൻ കാരണം ഇതിന് വിലയില്ലാത്തതുകൊണ്ടല്ല, മേടിക്കാൻ തക്കവണ്ണം നമ്മുടെ അതിനുള്ളതായ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. മേടിക്കാൻ പറ്റിയ വല്ലോ ആയിരുന്നെങ്കിൽ ആമേൻ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് തരത്തില്ല. ലോകത്തിലെ അംബാനീസിൻ്റെയും അദാനീസിൻ്റെയും ആമേൻ മാർക്ക് സക്കർബർഗിൻ്റെയും എല്ലാവരുടെയും കൂടെ പൈസ ഒരുമിച്ച് കൂട്ടിയാലും പ്രത്യക്ഷമായ ദൈവകൃപയെ വിലയ്ക്ക് വാങ്ങിക്കാൻ ലോകത്തിൽ ഒരു മനുഷ്യനും കഴിയാത്തവണ്ണം മൂല്യമുള്ള ഒന്നുണ്ടെങ്കിൽ അത് ദൈവകൃപ മാത്രം. ശ്രോത്രം തമാശയ്ക്ക് ഇവിടെ കൃപയെന്ന് പറയല്ല, കൃപയൊരാളത്വമാണ്. കൃപയൊരു ആമേൻ ആളത്വത്തിൻ്റെ ആഴമാണ്. ഞാനതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒന്നും ഇന്ന് രാത്രി കടക്കുന്നില്ല. ആമേൻ യേശുക്രിസ്തുവിലൂടെ ലഭിച്ച ദൈവകൃപയെക്കുറിച്ചുള്ള ഒരു വാക്യം നിങ്ങളുടെ ഹൃദയത്തിലോട്ട് തരാം, ഞാൻ കാണാതെ പറയാം. ആമേൻ 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം 9-ാം വചനത്തിലാണ് ആമേൻ എഴുതിയിരിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശു സമ്പന്നനായിരുന്നിട്ടും എനിക്ക് വേണ്ടി അവൻ ആമേൻ ദരിദ്രനായി തീർന്ന ദൈവകൃപ ഇന്ന് രാത്രി നമ്മൾ അറിയാതിരിക്കരുത്. എൻ്റെ കർത്താവ് ഭയങ്കര സമ്പന്നനായിരുന്നെന്ന് ഉറപ്പുള്ള ഒരു രാമൻ പറഞ്ഞേ, അവൻ്റെ പേഴ്സണാലിറ്റിയിൽ അവൻ സമ്പന്നനായിരുന്നു. ഹീ ഈസ് ഗോഡ്. ആമേൻ. അവൻ എന്നും ദൈവമാണ്, ദൈവമായിരുന്നവനാണ്. അവൻ പേഴ്സണാലിറ്റിയിൽ അവൻ സമ്പന്നനായിരുന്നു. ആമേൻ. കർത്താവിൻ്റെ പൊസിഷനിൽ കർത്താവ് സമ്പന്നനായിരുന്നു. ഒടുവിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു ദിവസം ഇറങ്ങി വരുമ്പോൾ അവൻ്റെ തുടമേൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, രാജാതി രാജാവും കർത്താവും. ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിച്ച്, ഇറങ്ങി വരുന്ന യേശുവിനെ കണ്ടുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നത് ആമേൻ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലാണ്, 21-ാം അധ്യായത്തിലാണ്. അവൻ ഇറങ്ങി വരുമ്പോൾ യോഹന്നാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ തലയിൽ അനേക രാജമുടികളുണ്ടായിരുന്നു. ഭൂമണ്ഡലത്തിൽ പിശാചാധിപത്യം പുലർത്തിയിരിക്കുന്ന ചെറിയ വാർഡുകൾ മുതൽ രാജ്യങ്ങൾ വരെ വാഴ്ചകളെയും അധികാരങ്ങളെയും നിരായുധീകരിച്ച് കാൽവറിയിൽ ജയോത്സവം കൊണ്ടാടിയ കർത്താവ് ഇന്ന് രാത്രി ഈ യോഗം തീരുന്നതിന് മുമ്പേ തന്നെ നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ വാളോങ്ങി നിൽക്കുന്ന ആഭിചാരത്തിന്റെ, മന്ത്രവാദത്തിന്റെ, പിശാചിന്റെ കോട്ട കൊത്തളങ്ങളുടെ മേലുള്ള ചില രാജമുടി ഇന്ന് രാത്രി പിടിച്ചെടുത്ത്
ശരിക്കും പറഞ്ഞാൽ പെന്തിക്കോസ് കൂട്ടായ്മയിൽ ഇരിക്കുന്ന ഓരോ വിശ്വാസിയും ഒരു രാജമുടിയാണ്. ആമേൻ. നല്ലൊരു സ്തോത്രം കേൾക്കണം. കാരണം നമ്മളൊക്കെ ആത്മഹത്യ ചെയ്യാൻ പോയതാ, ചത്തേനെ നമ്മൾ. ആമേൻ. ട്രെയിനിൻ്റെ മുമ്പിൽ ചാടാൻ പോയവരാ, ചത്തേനെ. നമ്മുടെ വീടിനകത്ത് തലമുറകളായിട്ട് ഭ്രാന്തി കയറ്റി പിശാച് കൊന്നേനെ. 45-ാമത്തെ വയസ്സിൽ മരിച്ചു. മോന് 43-ാമത്തെ വയസ്സിൽ കുടുംബത്തിന്മേൽ വാഴിരുന്ന ആമേൻ മരണത്തിന്റെ അധികാരിയായ പിശാചിന്റെ കെട്ടഴിച്ചു മാറ്റിയത് ഹല്ലേലൂയ വെറുതെ നടക്കുന്നവനല്ല, ഒരു സാധുവായ ഉപദേശി നിന്റെ വീട്ടിനകത്തേക്ക് കരേറി കാല് ചവിട്ടിയ സമയത്ത് ആ വീട്ടിനകത്ത് ആധിപത്യം പുലർത്തിയിരുന്ന പിശാചിന്റെ സമസ്ത കോട്ടകളെയും ദൈവം അഴിച്ചു. ഇന്ന് രാത്രി അത്തരമൊരു ശുശ്രൂഷയുടെ വ്യാപാരം ഇവിടെ ഉണ്ടാകട്ടെ. നമ്മുടെ തലമുറയെ പിടിച്ചു കെട്ടിക്കൊണ്ടു പോകാൻ പോകുന്ന, അവനെ വെബിനകത്ത് കുരുക്കാൻ ശ്രമിക്കുന്ന, അവനെ ഇന്ന് രാത്രിയിൽ ലഹരിക്ക് അടിമയാക്കുന്ന, നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. കഴിഞ്ഞ ഒരു 3 മാസത്തെ സ്റ്റോറി ഒന്ന് എടുത്താൽ പോരെ. കഴിഞ്ഞ ഒരു 3 മാസത്തെ സ്റ്റോറി. എൻ്റെ കൊച്ചുമൻ്റെ പ്രായമുള്ള പിള്ളേരാണ് ഇറങ്ങി വന്ന് 12 വയസ്സുകാരൻ 12 വയസ്സുകാരിയൊക്കെ അറുങ്കൊല 2 വയസ്സുള്ള വീട്ടിലെ കുഞ്ഞിനെ എടുത്തെറിയാൻ തക്കവണ്ണം പിശാച് നമ്മുടെ തലമുറയെ കയറി പിടിച്ചിരിക്കുക. ഈ യോഗത്തിലൊരു യൂത്ത് മീറ്റിങ്ങിൻ്റെ അമേൻ ഒരു കാര്യം ഇവിടെ അമേൻ കർത്താവിൻ്റെ ദാസൻ എന്നത് ഞാൻ കേട്ടു. അമേൻ, നിങ്ങൾ പ്രാർത്ഥിക്കണം നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി. ഒറ്റ കുടുംബത്തിൽ പോലും ലഹരി അകത്ത് കയറാൻ കൃപയുള്ള ദൈവമക്കൾ അനുവദിക്കരുത്. ഈ പിശാച് അകത്ത് കയറിയ ഞാൻ ആഴ്ചയിൽ അമേൻ ഒരു പാതി ദിവസം തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്, മെഡിക്കൽ കോളേജിനടുത്ത്. അമേൻ, അവിടെ ഞാൻ താമസിക്കുന്ന ഇടത്ത് നിന്ന് ഏതാണ്ട് ഒരു 2 കിലോമീറ്ററിനപ്പുറത്ത് അമേൻ പ്രൊഫസറായിരുന്ന ഡാഡി, ഡോക്ടറായിരുന്ന മമ്മി, സഹോദരി, അമ്മയുടെ സഹോദരി, ഈ 4 പേരെയും കൊന്ന് 4 ദിവസം വീട്ടിനകത്ത് ആമേൻ ഇവിടുത്തെ കൊണ്ടുവരുന്ന ഓൺലൈൻ ആളുകളുടെ ആമേൻ വല്ലതും കഴിച്ചു വാങ്ങിച്ച് അതിനകത്ത് താമസിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥ 4 വർഷം മുമ്പ് കേരളത്തെ ഞെട്ടിച്ച് കളഞ്ഞു. ആമേൻ, ഇവൻ സാധാരണ കുഞ്ഞല്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള ആമേൻ AI ടെക്നോളജി ഇന്നാണ് കോമൺ ആയത്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ടാണ് AI ടെക്നോളജി നമുക്ക് കോമൺ ആയത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആമേൻ, പക്ഷേ 6-7 വർഷങ്ങൾക്ക് മുമ്പേ വിദേശത്ത് നിന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ തിരുവനന്തപുരത്തെ CET തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളാണ്. അവിടെ നിന്ന് ഇറങ്ങുന്നതായ ഗ്രാജുവേറ്റ്സ് എന്ന് പറയുന്ന ടോപ്പ് ബ്രെയിനുകളാണ്. അതുപോലെ പവർഫുള്ളാണ് ആമേൻ ട്രിവാൻഡ്രത്തെ CET കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ CET എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും ടോപ്പ് റാങ്ക് ഹോൾഡറായിരുന്നു. അവിടെ നിന്ന് അവന് ഓസ്ട്രേലിയയിൽ ഗവൺമെൻറ് കൊണ്ടുപോയി AI ടെക്നോളജി പഠിപ്പിച്ച് അസാധാരണമായ ബുദ്ധിവൈഭവമുള്ള കുഞ്ഞ് ഇല്യൂമിനാറ്റി എന്നറിയപ്പെടുന്ന സാത്താൻ്റെ മന്ത്രതന്ത്രങ്ങൾക്കകത്ത് ഓരോ ചെറിയ ഗ്രാമങ്ങളിലുമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഗ്രൂപ്പിനകത്ത് പെട്ട് തലയോട്ടിയെ ആരാധിക്കാൻ തുടങ്ങി, മരണം ആരാധിക്കാൻ തുടങ്ങി. അവനോട് ആരോ ചോദിച്ചു, എന്തിനാ നീ ചെയ്തത്? അവൻ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നോട് രാത്രിയിൽ വന്നിട്ട് പറഞ്ഞു ആരോ, നീ നിന്റെ ഡാഡിയെ കൊല്ലണമെന്ന്. തിരുവനന്തപുരത്തെ ഏറ്റവും മികച്ച ഒരു കോളേജ് പ്രൊഫസറായിരുന്നു അദ്ദേഹം. ആരോ വന്നിട്ട് പറഞ്ഞു മമ്മിയെ കൊല്ലണമെന്ന്. ഇത് 4 കൊല്ലം മുമ്പ് അസാധാരണ സംഭവമാണെങ്കിൽ അനിയനെ കൊല്ലാനും അമ്മയെ കൊല്ലാനും സ്നേഹിച്ച പെണ്ണിനെ കൊല്ലാനും ഒരു മടിയില്ലാത്ത 23കാരനും 22കാരനുമൊക്കെ ഈ രാജ്യത്ത് ഉയർന്നു വരുമ്പോൾ ഇന്ന് രാത്രിയിൽ ഈ കൺവെൻഷന്റെ 3ാം രാത്രിയിൽ ഈ ദേശത്തെ പിടിക്കാൻ കീഴമർത്താൻ വരുന്ന അടുത്ത തലമുറയെ നമ്മുടെ പിള്ളേരെ ആമേൻ തോൽപ്പിക്കാൻ വരുന്ന പിശാചിന്റെ സകല കോട്ടകളെയും ഇന്ന് രാത്രി ആമേൻ അവന്റെ കിരീടങ്ങളെ ആമേൻ ആത്മാവിൽ ഞാൻ ഒരു ദൂത് പോലെ പറയാം. ഏലാ താഴ്വരയിൽ 40 ദിവസം ഉയർന്നതായ വെല്ലുവിളി പോലെ ദേശത്തെ കീഴടക്കാൻ വരുന്ന ചില ഗോലിയാത്തിയ ശക്തികൾക്ക് നേരെ ഇന്ന് രാത്രി അഭിഷേകമുള്ള ഒരു ചെറുപ്പക്കാരൻ ഇതിനകത്തുനിന്ന് പുറത്തു വരുന്നത് ഞാൻ ആത്മാവിൽ കാണുക.
തോറ്റെന്ന് കരുതുന്ന സകല മേഖലകളുടെ മേലും ആമേൻ അത് കൊതിയുള്ള എന്റെ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ആത്മാവിലും ആരാധിച്ച് ഈ തലമുറയിൽ നിന്നെ പുറത്തു കൊണ്ടുവന്ന് എത്ര ദിവസം ഉയർത്തിയ വെല്ലുവിളിയാണെങ്കിലും ആമേൻ അതിന്റെ തലയെ, അതിന്റെ ക്രൗണിനെ നിന്റെ തലയിൽ തരാൻ കഴിയുന്ന, കയ്യിൽ തരാൻ കഴിയുന്ന അത് സംഭവിക്കുക. ഇന്ന് രാത്രി സംഭവിച്ചുകൊണ്ടിരിക്കുക. കുടുംബങ്ങൾക്കകത്ത് കയറി ആമേൻ എല്ലാ മഹത്വവും വീഴ്ത്തിക്കളയാൻ ശ്രമിക്കുന്ന ചില ശക്തികളുടെ മേലുള്ള അധികാരം ദൈവമക്കൾക്കുണ്ട്. ഒരു അധികാരമുണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കളും ആത്മാവിൽ ആരാധിച്ചോ. എന്നിട്ട് പറ ആമേൻ, ചില വിഷയങ്ങളോട് ഇന്ന് രാത്രി കീഴമരാൻ പറ. ആമേൻ, അതിന്റെ ക്രൗൺ നിന്റെ കയ്യിലുണ്ടാകട്ടെ, ഡയാഡം നിന്റെ കയ്യിലുണ്ടാകട്ടെ. സഭയുടെ അധികാരം ഇന്ന് രാത്രി ഒന്ന് എക്സസൈസ് ചെയ്തോണം. എത്ര പേര് അതിനു വേണ്ടി കൊതിക്കുന്നവരുണ്ട്? ഞാൻ പഴയൊരു പാസ്റ്ററുടെ മോനാണ്. അന്നത്തെ ഏറ്റവും വലിയ ഗോളെന്ന് പറഞ്ഞാൽ 40 അടി നീളം, 20 അടി വീതി. അതാണ് ഏറ്റവും വലിയ ഗോൾ. അതിനകത്തൊരു ബാധി ആൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലിയ ആളുകളായെന്നാണ് നമ്മുടെ ഒരു ചിന്ത. ഇപ്പോഴാണെങ്കിൽ നമുക്ക് 5-6 ഗൾഫുകാരും 2 അമേരിക്കക്കാരും ആമേൻ വോളിൻ്റെ വാതൊക്കെ 4 കാറും വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു പൊങ്ങച്ചം കാണണം. തീർന്നില്ല. എത്ര നാളായി സ്നാനക്കുളം തുറന്നിട്ട്? കഴിഞ്ഞ ആഴ്ച സ്നാനപ്പെട്ടു നമ്മുടെ വീട്ടിലെ മൂത്ത കൊച്ചിൻ്റെ മൂത്ത മോള്. എത്ര നാളായി സ്നാനക്കുളം തുറന്നിട്ട്? ആമേൻ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഇതൊരു കൺവെൻഷൻ്റെ രാത്രിയാണെങ്കിലും ആമേൻ, എനിക്ക് നൽകിയ കൃപയിലും അധികാരത്തിലും ഞാൻ പറയാം, ഇന്ന് രാത്രിയിൽ സഭകളുടെ മേൽ ആധിപത്യം പുലർത്താൻ ശ്രമിക്കുന്ന, നമ്മുടെ സ്നാനക്കുളങ്ങളെ അടച്ചിടുന്ന, സഭയുടെ വാതിലുകളെ അടച്ചിടുന്ന, നമ്മൾ വല്ലവരും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കരുത്. കരമടിച്ച് ആരാധിക്കുന്നവനെ, അന്യഭാഷ പറയുന്നതിനുമൊക്കെ ജനറേഷന്റെ പേരിൽ നീ ചെറുതാക്കരുത്. ഇത് പെന്തിക്കോസ്തിന്റെ തനിമയാണ്. That is the original Pentecost. ഇന്ന് രാത്രി ആമേൻ ഹല്ലേലൂയ. ഫോട്ടോസ്റ്റാറ്റ് പെന്തിക്കോസ്തിൽ നിന്ന് മാറിയിട്ട് ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന കുറെ ചെറുപ്പക്കാർ ഈ വർഷം ആമേൻ അന്യഭാഷ പറയാൻ തുടങ്ങണം. പിന്നെ പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിലെ സഭയിലെ ഏറ്റവും വലിയ ശുശ്രൂഷയായിരുന്നു കാത്തിരിപ്പ് യോഗം. ഇപ്പം അമ്മമാർ ചോദിക്കുന്ന കുത്തിയിരിപ്പ് യോഗമാണെന്നൊന്നാ. ഞാൻ എല്ലാ ദൈവമക്കളോടും പറയുന്ന, ഒരു 12 വയസ്സിന് മുകളിലുള്ള നമ്മുടെ സകല കുഞ്ഞുങ്ങളും ആമേൻ ഈ അവധിക്കാലത്ത് അഭിഷേകം പ്രാപിച്ചാലുണ്ടല്ലോ സഭയുടെ സ്റ്റൈലങ്ങ് മാറും. അതങ്ങനെ നമ്മൾ പറയുന്ന നമ്മുടെ പാസ്റ്റർക്ക് ഒരു കൃപയില്ല, കാസർഗോട്ടം കണ്ട് ആരാണ്ടുണ്ടെന്ന് കാത്തിരിക്കുക. നമ്മൾ കാസർഗോട്ട് നാളിൻ്റെ ഡേറ്റ് നോക്കിയുണ്ട്. ഹല്ലേലൂയ. ഇതൊന്നും നോക്കണ്ട. ഇന്ന് രാത്രിയിൽ നമ്മുടെ സഭ ഒരുമിച്ചിരുന്ന് 4 ഹല്ലേലൂയ ഒരുമിച്ച് പറയാൻ കഴിയുന്ന സഹോദരിമാർ, ആമേൻ അന്യഭാഷ പറയാൻ കഴിയുന്ന സഹോദരന്മാർ സഭയ്ക്കകത്തുണ്ടെങ്കിൽ ഒരുത്തനും വേണ്ട അവൻ്റെ അടുത്തോട്ട് ചെന്നിരുന്ന് ആമേൻ നിന്റെ മേൽ വ്യാപരിച്ച ദൈവശക്തിയുടെ ഒരു കൈമാറ്റത്തിന് വേണ്ടി ഇന്ന് രാത്രി ആമേൻ ആ ആത്മമണ്ഡലം ഒന്ന് തെളിഞ്ഞു വരട്ടെ. ഹല്ലേലൂയ. ജനകദര ഘടകൾ ഖരം പിതാക്കന്മാരെ, നിങ്ങൾ ആത്മാവിൽ ആരാധിക്കുന്നത് കണ്ട് അടുത്ത തലമുറ എഴുന്നേക്കട്ടെ. വീട്ടിനകത്ത് ആത്മമണ്ഡലത്തിന്റെ ആരാധനയുടെ യാഗപീഠം ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിനെ ഒന്ന് പുതുക്കി പണിഞ്ഞു നോക്കിക്കേ. നിന്റെ ചുറ്റുപാടുമുള്ള 10 കുടുംബങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തുന്ന ആധിപത്യ ശക്തികളുടെ മേൽ എനിക്കിന്ന് രാത്രി സാംബശിവന്റെ 2-3 കഥാപ്രസംഗത്തിന്റെ തമാശയും BD രാജപ്പൻ്റെ പാരഡീസൊന്നും ഒക്കെ പാടിയിട്ട് പോകാനൊന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ശ്രോത്രം ഇതിനൊന്നുമല്ല ഇന്ന് രാത്രി ഞാൻ പാടുപെട്ട് ഇവിടെ വന്നത്. ഇന്ന് രാത്രി ഞാനിവിടെ പാടുപെട്ട് വന്നതിൻ്റെ ഒരു ഉദ്ദേശം ഞാൻ പറയാം. ആമേൻ, ഇതിനകത്തുനിന്നൊരു തലമുറ പുറത്തു വരണം. ഇതിനകത്തുനിന്നൊരു തലമുറ ഇന്ന് രാത്രി പുറത്തു വരണം. പിതാക്കന്മാർ മുമ്പിൽ നിന്ന് നയിച്ചത് അടുത്ത തലമുറയിൽ നയിക്കാൻ കഴിയുന്ന ആമേൻ ഒരു കൂട്ടം ആളുകളെ സ്വർഗം പുറത്തു കൊണ്ടുവരണം. ഇന്ന് രാത്രിയിൽ അതിനൊരു ആത്മമണ്ഡലം ഈ യോഗത്തിനകത്തൊന്ന് തെളിഞ്ഞു വരാൻ, കടന്നു കയറാൻ കഴിയാത്ത മേഖലകളുടെ മേൽ ഇന്ന് രാത്രി ഒരു ദൈവശക്തിയുടെ വ്യാപാരം ഇറങ്ങി വരണം. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ 2 മിനിറ്റ് കൂടെ കണ്ണുകൾ അടച്ച് ആമേൻ ആധാരങ്ങൾ തുറന്ന്
സഭാമണ്ഡലത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. റഠാനിയ ശതന. ഈ കുഞ്ഞുങ്ങൾ ചെല്ലുന്ന രാത്രി ആമേൻ കൃപാവരങ്ങളുടെ ശുശ്രൂഷകൾ അവരുടെ മേൽ ഇറങ്ങട്ടെ. ഇന്ന് രാത്രിയിൽ ചില കുഞ്ഞുങ്ങൾ പ്രവചിക്കുന്നവരായി മാറട്ടെ. ആമേൻ. അത് ഈ ദേശത്തിന്റെ ആമേൻ ആ ഡെസ്റ്റിനിയെ ഞാൻ ആത്മാവിൽ പ്രവചന ദൂത് പോലെ പറയുകയാണ്. പിശാച് എഴുതി വെച്ച ചില രേഖകളെ ഇന്ന് രാത്രി മുറിച്ചു മാറ്റാൻ കഴിയുന്ന, ഇതിനപ്പുറത്തോട്ട് പോത്തില്ലെന്ന് പറയുന്ന ഒരു കൃപയുടെ വ്യാപാരം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കും. അതിരുകൾ വിശാലമാകുന്ന, പിശാച് എഴുതി വെച്ചിരിക്കുന്നതായ അതിർത്തി വരമ്പുകൾ ഇന്ന് രാത്രി പൊട്ടിച്ചു മാറ്റുന്നതായ ദൈവശക്തി, വലിയ പവർ ഇന്ന് രാത്രി വെളിപ്പെടുക. ഹല്ലേലൂയ. ഒരു തലമുറ ശക്തമായി പുറത്തു വരുന്നു. നിങ്ങൾക്കറിയാമോ, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചില സഭകളുടെ പാസ്റ്റർമാർ 30 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരാണ്. ഹല്ലേലൂയ. ഞാൻ അവരുടെ പേരൊന്നും കോട്ട് ചെയ്യുന്നില്ല. അവർ ചിലരുമായിട്ട് എനിക്ക് വ്യക്തിബന്ധമുണ്ട്. 30 വയസ്സിൽ താഴെയുള്ളവരാണ് അവരിൽ പലരും. വലിയ 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 ജോലികളൊക്കെ വിട്ടിട്ട്, അമേരിക്കൻ ജോലികൾ വിട്ടിട്ട്, IT കമ്പനികളുടെ ജോലികൾ വിട്ടിട്ട് ആമേൻ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ പോയി കർത്താവിന് വേണ്ടി അവർ ഇറങ്ങി കേട്ടോ. ഹല്ലേലൂയ. അവരുടെ മേൽ വ്യാപരിച്ച അഭിഷേകം നിമിത്തമായിട്ട് ആമേൻ 100 പേരുടെ സഭ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ 500 പേരുടെ സഭ 1000 മാറുകയാണ്. ആമേൻ. ഇന്ന് രാത്രി അങ്ങനെ ചിലരുടെ മേൽ കർത്താവിൻ്റെ ഒരു അഭിഷേകം തരുന്ന ആമേൻ ഒരു വെളിപ്പാട് എൻ്റെ മേലുള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ കൺവെൻഷൻ യോഗമാണെങ്കിലും ആമേൻ അത് വിദേശ രാജ്യങ്ങളിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ഈ യോഗത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലരുടെ മേൽ അതിരുകൾ വിശാലമാകുന്ന ചില ദൈവപ്രവൃത്തിയുടെ വ്യാപാരം ഈ യോഗത്തിനകത്തുനിന്ന് സ്വർഗം പുറത്തു കൊണ്ടുവരാൻ പോവാ. ഞാൻ കൃപയെക്കുറിച്ച് പറയാം. ആമേൻ. സ്തോത്രം. ആ കൃപയെക്കുറിച്ച് പറയുമ്പോൾ ഒരു വാക്കൊന്ന് ശ്രദ്ധിച്ചോണം. ഞാൻ 2 മിനിറ്റോടൊന്ന് സ്തോത്രം പറയിപ്പിക്കാൻ പോവുകയാണ്. ഒരു ചെറിയ വീടിനകത്ത് ആമേൻ ഗലീലയിലെ നസറേത്തിലെ ഒരു കൊച്ചു വീടിനകത്ത് കൊച്ചു പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്, ടീനേജ് പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയാണ്. 6 മാസം മുമ്പ് യെരുശലേം ദേവാലയത്തിൻ്റെ ആമേൻ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ സ്ഥലത്തിറങ്ങി അതേ ഗബ്രിയേൽ ദൂതൻ 6 മാസം കഴിയുമ്പോൾ നസ്രേത്ത് ആർക്കും വേണ്ടാത്തതായ ഒരു കൊച്ചു വീട്ടിനകത്ത് വന്നു. നസ്രേത്തിനെ കുറിച്ച് സകല ആളുകളും പറഞ്ഞത് നസ്രേത്തിൽ നിന്ന് ഒരു നന്മയും വരുത്തില്ലെന്ന്. പക്ഷേ അവിടെ ഇറങ്ങി വന്ന ദൂതൻ പറഞ്ഞു, കൃപ ലഭിച്ചവളെ, കൃപ കൊടുക്കുന്നവളെ എന്നല്ല പറഞ്ഞത്. ആമേൻ. അങ്ങനെ ആരെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാ. വേദപുസ്തകം പറയുന്ന കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഹല്ലേലൂയ. നിന്റെ ഉദരത്തിനകത്ത് ആത്മാവ് ഒരു പുതിയ വിത്തിടാൻ പോവുകയാണ്. ആ വിത്ത് പുറത്തു വരുമ്പോൾ സകല രാജാക്കന്മാരെയും വാഴുന്നതായ ഒരാധിപത്യം തോളിലുള്ളവൻ നിന്റെ വീട്ടിനകത്തുനിന്ന് ഇറങ്ങി വരാൻ പോവാ. അതിരുകൾ വിശാലമാകാൻ പോവാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കൃപ നിന്റെ മേൽ ഇറങ്ങി വരുമ്പോൾ ആമേൻ വട്ടം ചുറ്റി നിൽക്കുന്ന സകലത്തിന്റെ മേൽ ഇന്ന് രാത്രി ദൈവശക്തി ഇറങ്ങും. കൃപയുടെ ആത്മാവിൽ ഇന്ന് രാത്രി ആമേൻ ഞാൻ ദൂത് പറയാം. സ്തോത്രം. അച്ചപ്പം കണ്ടിട്ടില്ലാത്തവരും തിന്നിട്ടില്ലാത്തവരും ഇതിനകത്തില്ല. അച്ചപ്പത്തിൻ്റെ വലിപ്പം അച്ചപ്പം ഉണ്ടാക്കുന്നവനെ ആശ്രയിച്ചല്ലോ. അച്ചപ്പത്തിൻ്റെ വലിപ്പം അച്ഛനെ ആശ്രയിച്ച. തോമസ് ഭാഷ ഉണ്ടായാൽ 90 കിലോ അച്ചപ്പത്തിൻ്റെ വലിപ്പം. ശ്രോത്രം. ആമേൻ. റോയുമം ഭാഷ ഉണ്ടാക്കിയ 110 കിലോ അച്ചപ്പത്തിൻ്റെ വലിപ്പം. ഇങ്ങനൊന്നുമില്ല. ഈ കുഞ്ഞുണ്ടാക്കിയ 5 കിലോ ഇല്ല. അച്ഛൻ്റെ വലിപ്പം എത്രയാണോ അതിനനുസരിച്ചാണ് അച്ചപ്പം വലുതാകുന്നത്. അതുകൊണ്ട് പിശാചിനറിയാം. ആമേൻ. ഇങ്ങനെ 3-ാം ദിവസം കൺവെൻഷൻ നടത്തിയാലും 400-ാം വർഷം കൺവെൻഷൻ നടത്തിയാലും ഇങ്ങനെ ഇരിക്കും കുറേ പേര്. ഇനി ഗബ്രിയേൽ ഇറങ്ങി വന്നാലും ശരി, ചുണയുണ്ട് എന്നെ ഒന്ന് സ്തോത്രം പറയിപ്പിക്കുക. സ്തോത്രം. ഒതുങ്ങിപ്പോവും ബ്രദറെ. പിശാചിന് ഒരു പ്രശ്നവും ഇല്ല. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം ഡിസംബർ 31-ാം തീയതി ഒരു ടീപ്പൻ സഭയിലെ ഒരു സാക്ഷ്യം എന്നോട് അവിടുത്തെ മൂപ്പൻ പറഞ്ഞു. എനിക്ക് വലിയൊരു അടുത്ത സ്നേഹിത മൂപ്പനുണ്ട്. അച്ഛാ
അച്ഛാ അമ്മേൻ ഞങ്ങളുടെ സഭയെ കഴിഞ്ഞ 31-ാം തീയതി ഒരുത്തിൻ്റെ ഒരു സാക്ഷ്യം പറഞ്ഞു. അപ്പം എനിക്കറിയാം നമ്മുടെ സഭ 25 വർഷമായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു സാക്ഷ്യമുണ്ട്. കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പം ഞാൻ 25 കൊല്ലം കൊണ്ട് വിചാരിച്ചിരുന്ന ഈ വർഷം അങ്ങ് ഏതാണ്ടൊക്കെ ആകാശം പിടിച്ച് താഴോട്ട് കൊണ്ടുവരുന്നൊക്കെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സഭയിലെ വിശ്വാസി അങ്ങനെയല്ല പറഞ്ഞത്. കഴിഞ്ഞ വർഷം കർത്താവിന് വേണ്ടി ഒന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് പിശാചു എന്നെ ഒന്നും കാര്യമായിട്ട് ചെയ്തില്ല. IPCയിലെയോ ഷാരോനിലെ പാസ്റ്റർ ആണെങ്കിൽ അത് കേട്ടോണ്ട് ഞങ്ങൾ സ്വോത്രം പറഞ്ഞേനെ. പക്ഷേ TPMലെ മൂപ്പം പറഞ്ഞ് ഇരിക്കടാന്ന് പറഞ്ഞു. അച്ഛാ അങ്ങനെ ഒരുത്തനേലും സാക്ഷ്യം പറയാം, അച്ഛൻ അവനെ അന്നേരം ഇരുത്തണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം മുഴുവൻ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് പിശാചും എന്നെ ഒന്നും ചെയ്തില്ല. ഒരു പ്രശ്നവുമില്ല. 25 കൊല്ലം ഷാരോ ഹോളി വന്നിരുന്നാലും IPC ഹോളി വന്നാലും ചർച്ചക്കോട് ഹോളി വന്നിരുന്നാലും പിശാചിന് ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ ഇന്ന് രാത്രി അച്ചപ്പത്തിൻ്റെ മോൾഡൊന്ന് മാറണമെങ്കിൽ ഇറങ്ങി വരുന്ന കൃപയുടെ വ്യാപാരം വേറൊരു ലെവലിലോട്ട് ഇന്ന് രാത്രി ഇറങ്ങിക്കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഇന്ന് രാത്രി വീഴുന്ന വിത്തുകളുണ്ടല്ലോ, അസാധാരണമായ അത്ഭുതങ്ങളുടെ രാത്രിയായിട്ട് മാറും. ഹല്ലേലൂയ. നീ ഇങ്ങനെ സ്തോത്രം പറഞ്ഞ് ഒഴപ്പൻ ആരാധനയെ നടത്തിയിരുത്തിയ നിന്റെ രോഗം നിന്നെ കൊണ്ട് പോത്തുള്ളൂ. പക്ഷെ ഇന്ന് രാത്രി ദൈവശക്തി നിന്റെ മേൽ ഇറങ്ങി വന്നോ. ആമേൻ, ഹല്ലേലൂയ. മാൾട്ടാ ദ്വീപിൽ ചലിച്ച ദൈവശക്തി നിന്റെ മേൽ ഇറങ്ങുമ്പോ നിന്റെ കയ്യിൽ ചത്തു വീർക്കുമെന്ന് പറഞ്ഞ് കടിച്ചു തൂങ്ങിയ ചിലതിനെ ഇന്ന് രാത്രി എറിഞ്ഞു കളയാൻ കഴിയുന്ന ഒരു പവർ നിന്റെ മേൽ ഇറങ്ങി വരും. കൃപയുടെ വ്യാപാരം വേണ്ടവരൊക്കെ ഒന്ന് ദൈവകൃപയിൽ നിന്ന് വ്യാപരിച്ചോ. നമ്മുടെ യേശു സമ്പന്നനായിരുന്നിട്ടും എല്ലാവരും ചില മിനിറ്റുകൾ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മക്കളെ ഒന്ന് കൈയടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ച് ഇന്ന് രാത്രിയിൽ അസാധാരണമായ ഒരു കൃപയുടെ വ്യാപാരം നിന്റെ ബലഹീനതകളുടെ മേൽ ഇന്ന് രാത്രിയിലോ. ഞാൻ ഒടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ കാത്തിരിക്കല്ലേ, കരമടിച്ചാരാധിക്കുമ്പോൾ തന്നെ ആമേൻ നിന്റെ അതിരിനെ കുറിച്ച് നാട്ടുകാരൻ പറഞ്ഞത് ഇന്ന് രാത്രി തിരുത്തി മാറ്റിക്കിട്ട് നീ അവിടെ ചിലരെ നേടിയെടുക്കുന്ന രാത്രിയായി മാറും. ഷഖാനിയ ഷാന്താന റഗൽകലാം പരാദിയ റമനഹസ്കേരിയ കൃപ കൃപ സകല മനുഷ്യർക്കും വേണ്ടി ഇന്ന് രാത്രി നിന്നെ ഒഴിവാക്കിയിട്ടില്ല. സകല മനുഷ്യരുടെ ഈ കുടക്കീഴിൽ ആമേൻ പകർന്ന കൃപ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. തീത്തോസിന് പൗലോസ് പറയാ, ഇത് നീ ഗൗരവത്തോടെ പറയണം. സകല മനുഷ്യർക്കും വേണ്ടി രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചല്ലോ. നമുക്കറിയാം ആ പറഞ്ഞത് യേശു സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ബേത്ലഹേമിലെ ഒരു കൊച്ചു കാലിത്തൊഴുത്തിനകത്ത് പിറന്നു വീണ് അവിടെ കിടന്നതായ യേശുവെന്ന മഹത്വത്തിൻ്റെ രാജാവിൻ്റെ ജഡാവതാരത്തെക്കുറിച്ചാണ്. അത് വന്നത് കുറച്ചു പേർക്ക് വേണ്ടിയല്ല, ക്രിസ്ത്യാനിക്ക് വേണ്ടിയല്ല, സകല മനുഷ്യർക്കും വേണ്ടിയാണ്. എന്തിനാ എന്നെഴുതിയിട്ടുണ്ട്. 14-ാം വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചു കേൾപ്പിച്ചാട്ട്. 14-ാം വാക്യം, തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത്. ആ വാക്കൊന്ന് ശ്രദ്ധിച്ച്. സകല മനുഷ്യർക്ക് വേണ്ടി ഉദിച്ചുയർന്ന ദൈവകൃപയാകുന്ന യേശു എന്ന പേഴ്സൺ, കൃപയുടെ ആളത്വം ഈ ഭൂമിയിൽ വന്നത് ചുവന്ന ചോര സിരകളിൽ ഒഴുകുന്ന സകല മനുഷ്യർക്കും വേണ്ടിയാണ്. ഈ കർത്താവ് വന്നത് എന്തിനു വേണ്ടിയാണെന്ന് ഇപ്പോൾ ഇവിടെ വായിച്ചു കേട്ടു. വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ്. ആമേൻ. ഞാൻ ഈ പറഞ്ഞ വാക്ക് ഉള്ളത്തിലോട്ട് കയറിയവരെ ഉറക്കിയൊന്ന് പറഞ്ഞേ, എന്നെ വീണ്ടെടുക്കാനാണ്. ഒന്ന് ഉറക്കിയൊന്ന് പറഞ്ഞേ, സ്വർഗത്തിൻ്റെ മഹിമയെ ഉരിഞ്ഞു മാറ്റി ആമേൻ ഈ താണമണ്ഡലത്തിലേക്ക് യേശുവെന്ന കർത്താവ് ഇറങ്ങി വന്നത് നെഞ്ചയിലോട്ട് കൈവച്ചോണ്ട് പറ, എന്നെ വീണ്ടെടുക്കാനാ. ഉറക്കിയൊന്ന് പറഞ്ഞേ ആമേൻ. ആ വീണ്ടെടുപ്പിന്റെ കൃപ ലഭിച്ച ദൈവമക്കൾ ആവേശത്തോടെ പറഞ്ഞേ, എന്നെ വീണ്ടെടുക്കാനാണ് യേശു വന്നത്. രക്ഷാശാസ്ത്രത്തിലെ വലിയ തിയോളജി ഒന്നും ഞാൻ പറയുന്നില്ല. രക്ഷാശാസ്ത്രത്തിലെ വേദപുസ്തകത്തിലെ പ്രോപ്പർ തിയോളജികളിൽ വേദശാസ്ത്രത്തിൽപ്പെട്ട ഒരു ശാഖയാണ് സോറ്റീരിയോളജി, രക്ഷാശാസ്ത്രം. ആ രക്ഷാശാസ്ത്രത്തിലെ ആമേൻ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളിലൊന്നാണ് വീണ്ടെടുപ്പെന്ന് പറയുന്നത്.
വളരെ പ്രശസ്തനായ ഒരു ആംഗ്ലിക്കൻ ബിഷപ്പിനോട് ആളുകൾ ചോദിച്ചു ഒരു 200 വർഷങ്ങൾക്ക് മുമ്പ്, ക്യാൻ യു ഡിഫൈൻ ബൈബിൾ ഇൻ എ വേർഡ്? ഒറ്റ വാക്കിനകത്ത് വേദപുസ്തകത്തെ ഡിഫൈൻ ചെയ്യാമോ? 1189 അധ്യായങ്ങളുള്ള സത്യവേദപുസ്തകത്തിനകത്ത്, നൂറുകണക്കിന് വാക്യങ്ങളുള്ള വേദപുസ്തകത്തിനകത്ത് ഈ ബിഷപ്പിനോട് ചോദിക്കുകയാണ്, ക്യാൻ യു ഡിഫൈൻ ദ ബൈബിൾ ഇൻ എ വേർഡ്? ഒറ്റ വാക്കിൽ. അദ്ദേഹത്തെ കുഴയ്ക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, യെസ്, ഐ ക്യാൻ ആൻസർ ഇറ്റ്, ഞാൻ പറയാം. എന്നിട്ട് അദ്ദേഹം ഇംഗ്ലീഷിൽ പറഞ്ഞതിൻ്റെ മലയാളം ഞാൻ പറയാം. വേദപുസ്തകത്തെ മുഴുവൻ ഒറ്റ വാക്കിൽ നിർവചിക്കാൻ പറഞ്ഞാൽ ഒരൊറ്റ വാക്കേ ഉള്ളൂ: വീണ്ടെടുപ്പ്. ആമേൻ. വീണ്ടെടുപ്പിൻ്റെ വേദശാസ്ത്രമൊക്കെ പറയാൻ വെച്ചാനുമൊക്കെ നന്നായിട്ടറിയാം. പക്ഷെ ഞാൻ വീണ്ടെടുപ്പിൻ്റെ എനിക്കറിയാവുന്ന കൊച്ചു വേദശാസ്ത്രമേ അറിയത്തുള്ളൂ. വീണ്ടെടുപ്പിൻ്റെ ഏറ്റവും വലിയ അർത്ഥമെന്ന് പറയുന്നത് വില കൊടുത്തു വാങ്ങിക്കുക എന്നാണ്. ഹല്ലേലൂയ. ആർക്കും വേണ്ടാത്തതിനെ വില കൊടുത്ത് വാങ്ങിക്കുന്നതിൻ്റെ മറുപേരാണ് റിഡംഷൻ. ആമേൻ. മറ്റാൾക്ക് വിറ്റതിനെ റാൻസം മണി കൊടുത്ത്, ആമേൻ, വീണ്ടെടുപ്പ് വില കൊടുത്ത്, ആമേൻ, വാങ്ങിക്കുന്നതാണ്, ആമേൻ, വീണ്ടെടുപ്പെന്ന് പറയുന്നത്. സങ്കീർത്തനം 49 ഒരു വാക്യം ഞാൻ പറയാം: സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ അവൻ്റെ വീണ്ടെടുപ്പിൻ്റെ വില കൊടുക്കാനോ ആർക്കും കഴിയത്തില്ല. എന്നിട്ടാണോ ഇവിടെ സ്വതന്ത്രം പറയാതിരിക്കുന്നേ? ഒരുത്തനും കഴിയത്തില്ല ബ്രദറെ. പിശാചിൻ്റെ അടിമ ചന്തയ്ക്കകത്തുനിന്ന്, ഇരുട്ടിൻ്റെ അധികാരത്തിനകത്തുനിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ, പഴയ നിയമത്തിൻ്റെ മൊത്തം നിലവിളി ഉയരുക. വീണ്ടെടുക്കാൻ ഒരുത്തനും കഴിയത്തില്ല. കാരണം അത്ര വലുതാണ് വീണ്ടെടുപ്പിൻ്റെ വില എന്ന് പറയുന്നത്. സ്വോത്രം 15 മിനിറ്റ് ഞാൻ ദൂത് നിർത്തും. വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിലുള്ള 3 വേദപുസ്തക വാക്കുകളുണ്ട്. ആമേൻ. ആ വാക്കുകൾ ഇതാണ്: അഗരസോ, എക്സ് അഗരസോ, ലൂട്രു. അന്യഭാഷയൊന്നുമല്ല, 3 ഗ്രീക്ക് പദങ്ങളാണ്. അഗോറ എന്ന വാക്കിൽ നിന്നാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അഗോറ എന്ന് പറഞ്ഞാൽ ചന്ത എന്നാണ്, മണ്ടി, മാർക്കറ്റ്. മണ്ടി എന്ന് പറഞ്ഞാൽ ആളുമണ്ടി എന്നല്ല ഞാൻ പറഞ്ഞത്, സബ്ജി മണ്ടി എന്നൊക്കെ പറയുന്ന പോലെ ഒരു മാർക്കറ്റാണ്, അടിമ വണ്ടിയാണത്. ഈ അടിമ വണ്ടിക്കകത്ത്, നോർത്ത് ഇന്ത്യയിലൊക്കെ പോയവർക്കറിയാം, ഈ അടിമ വണ്ടിക്കകത്ത് സ്വോത്രം ആ അടിമ ചന്തയുടെ പേരാണ് അഗോറ എന്ന് പറയുന്നത്. പണ്ട് അടിമ കച്ചവടം ഉണ്ടായിരുന്ന സമയത്ത് മനസ്സിലാകാൻ വേണ്ടി പറയാം, ഒരു 10 പേരെ വിൽക്കാൻ വേണ്ടി നിർത്തിയേക്കുക. അങ്ങേ അറ്റത്ത് പാസ്റ്റർ നിൽക്കുക, ഇപ്പുറത്ത് റോയ് പാസ്റ്റർ നിൽക്കുക, ഇപ്പുറത്ത് കർത്താവിൻ്റെ ദാസൻ ബെന്നി പാസ്റ്റർ നിൽക്കുക, ഇപ്പുറത്ത് അച്ചാൻ നിൽക്കുക, അതിൻ്റെ അപ്പുറത്ത് ബ്ലസ്സം നിൽക്കുക, അതിൻ്റെ ഇപ്പുറത്ത് പാവം തോമസിൽ പോകണ്ടേ. ഞങ്ങളെ 6-7 പേരെ കൂടെ വിൽക്കാൻ അവിടെ നിർത്തിയേക്കുക. ഓരോരുത്തരുടെ മണ്ടയ്ക്ക് ഓരോ വില ഇട്ടിട്ടുണ്ട്. പാസ്റ്റർ ഇച്ചിലൂടെ യങ്ങാണ്, നല്ല വാചാലതയാണ്, നല്ല പോലെ അവതരിപ്പിക്കും. പാസ്റ്റർക്ക് അതുകൊണ്ട് 100 രൂപ. സ്വോത്രം. അതിൻ്റെ ഇപ്പുറത്ത് റോയ് പാസ്റ്റർ ഇച്ചിരി കൃപയൊക്കെ ഉണ്ട്. ആമേൻ. എന്നാലും ശരി, ആമേൻ, ഒരു 75 രൂപ. അത്രയും തന്നെ ബെന്നിക്കും കിട്ടി. ജയിക്കപ്പച്ചാൻ ഇച്ചിരി പ്രായമൊക്കെ ആയതുകൊണ്ട് ആച്ചാൻ ഒരു 50 രൂപ. ബ്ലസം പാസ് ഇച്ചിലൂടെ ചെറുപ്പമായതുകൊണ്ട് ഒരു 30 രൂപ. ദണ്ടിങ്ങി അറ്റത്തൊരു തോമസ് ഫിലിപ്പുണ്ട്, മുടിയൊക്കെ നരച്ച്, ആമേൻ, ശബ്ദമൊക്കെ പതറി. സ്വോത്രം. 1.5 മണിക്കൂർ കഴിയുമ്പോൾ കുഴയെ കാണും. അതുകൊണ്ട് എൻ്റെ മണ്ടയ്ക്ക് ഒരു വില ഇട്ടു 5 രൂപ. ഇങ്ങനെ നിൽക്കുക ഞങ്ങൾ 4 പേരും. അന്ന് അടിമച്ചന്തയ്ക്കകത്ത് ആളിൻ്റെ സ്ട്രെങ്ത് അറിയാനൊരു പരിപാടിയുണ്ട്. അടിമക്കച്ചവടക്കാരനൊരു ചാട്ട എടുത്ത് ഒറ്റ അടിയ. ആ സമയത്ത് മിണ്ടാതിരിക്കുന്നവനാണ് സ്ട്രോങ് ആയിട്ടുള്ള അടിമ. പാസ്റ്ററെ അടിച്ചു, പാസ്റ്റർ അനങ്ങുന്നേ ഇല്ല. റോയി അടിച്ചു, റോയിയും അനങ്ങുന്നില്ല. പക്ഷെ തോമസിൽ പിന്നെ കൊള്ളാൻ വയ്യാത്തതുകൊണ്ട് ഒറ്റ കൊച്ചടി കിട്ടിയപ്പോഴത്തെ കിയോ കിയോ എന്ന് കരയാൻ തുടങ്ങി. ഒച്ചയ്ക്ക് കരയാൻ തുടങ്ങി. 1 മണിക്കൂർ വെയിലത്ത് നിന്നിട്ടും, ആമേൻ, ഈ 5 രൂപക്കാരനെ വാങ്ങിക്കാൻ ഒരുത്തനുമില്ല. വൈകുന്നേരമായിട്ടും വാങ്ങിക്കാൻ ഒരുത്തനുമില്ല. ബാക്കിയുള്ളവരെയെല്ലാം വിറ്റുപോയി. അവർക്ക് ഇച്ചിരി ഉശിരുണ്ട്, അവർക്ക് ആരോഗ്യമുണ്ട്. അടുത്ത് 25 വർഷം കൂടെ അവരെ പണി ചെയ്യിക്കാം. പക്ഷെ വൈകുന്നേരമായപ്പോൾ വീണ്ടും കഴുത്തെ ചങ്ങലയിട്ട് കൊണ്ടുപോകാൻ ചെന്നപ്പോൾ ആ അടിമച്ചന്തയ്ക്കകത്തേക്ക് കരുണ നിറഞ്ഞ ഒരു മനുഷ്യൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഈ നിർത്തിയേക്കുന്ന തോമസിന് എത്ര രൂപ വില? 5 രൂപ. ഞാൻ 500 രൂപ തരാം, അവനെ തരാവോന്ന്.
സ്തോത്രം. അവൻ പറഞ്ഞു 495 ലാഭം തന്നേക്കാൻ പറഞ്ഞു. കഴുത്തേ കിടന്ന കയറെടുത്ത് അവൻ്റെ മണ്ടയ്ക്കൂന്ന് ഈ വാങ്ങിക്കാൻ വന്നവൻ്റെ അടുത്തോട്ട് കൊടുത്തിട്ട് അവനെയും കഴുത്തെ പിടിച്ചുകൊണ്ട് ഇറങ്ങുന്ന സമയത്ത് തോമസ് ഫിലിപ്പിൻ്റെ ചിന്ത, ഇതുവരെ തല്ലിയതിനേക്കാൾ കൂടുതൽ തല്ലി കിട്ടാൻ പോവാ, കാരണം കൂടുതൽ പൈസ കൊടുത്തു. പക്ഷെ ചന്തയ്ക്ക് പുറത്തിറങ്ങിയപ്പോൾ, എക്സഗറോസയിൽ പുറത്തു വന്നപ്പോൾ ആ കഴുത്തെ പിടിച്ചോൻ ചങ്ങല ഊരിയിട്ട് പറഞ്ഞു, ആമേൻ, ഇന്നു മുതൽ നിന്റെ മേലൊരു ചങ്ങലമില്ല, പാപത്തിന്റെ ചങ്ങലയില്ല, ശാപത്തിന്റെ ചങ്ങലയില്ല, പിശാചിന്റെ പദ്ധതികളുടെ ചങ്ങലയില്ല. ലുതു. പക്ഷെ അതിനുവേണ്ടി 500 രൂപ കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ 5000 കൊടുക്കാൻ ആളുണ്ടായിരുന്നു. പക്ഷെ തോമസിന് ഇവിടെ കിടന്നുണ്ട്, ഒച്ചയിൽ കിടന്നുണ്ട്, ഹല്ലേലൂയ പറയാൻ കാര്യം 5 രൂപയും 500 രൂപയും 5000 രൂപയും അംബാനിയുടെ മൊത്തം പൈസയും കൊടുത്താലും കിട്ടാത്തതാ എൻ്റെ വീണ്ടെടുപ്പിന്റെ വില. കൊടുത്തിരുന്നെങ്കിൽ അത് കിട്ടാമായിരുന്നു. ഇതിനു വേണ്ടി കൊടുത്ത വില എന്ന് പറയുന്ന ചങ്കിലെ ചോരയാണ്. കാൽവറി കുരിശിൽ ഗെത്സമനയിൽ ഒഴുകി തുടങ്ങി. അവൻ പിന്നീട് ഒരു തുള്ളി ചോരയും വരാതെ വണ്ണം കാൽവറി മേട്ടിൽ ഒഴുകിയതായ സ്ലീബ പാതയിൽ മുഴുവൻ ഒഴുകി വീണതായ ആ രക്തത്തിന്റെ വില കൊടുത്താണ്. അതാണ് എൻ്റെ വീണ്ടെടുപ്പിന്റെ. ഹല്ലേലൂയ. എന്നെ ആ വില കൊടുത്ത വീണ്ടെടുപ്പെന്ന് ഉറപ്പുള്ള ദൈവമക്കളൊക്കെ ഇന്ന് രാത്രി വെറുതെ ഇരിക്കരുത്. അവരവിടെ ഇരുന്നോണ്ട് മഹത്വം കൊടുത്ത് ദൈവത്തിന് മഹത്വം കൊടുത്തോണം. രക്തം ജയം. ഇന്ന് രാത്രി കുഞ്ഞാടിന്റെ രക്തത്തിന് ഒരു മഹത്വം കൊടുത്താണ്. വീണ്ടെടുപ്പിന്റെ വില കൊടുക്കാൻ ഒരുത്തനുമില്ലായിരുന്നു. നമ്മുടെ വീട്ടിനകത്തോട്ട് വീണ്ടെടുപ്പിന്റെ വില കൊടുത്ത് നമ്മളെക്കുറിച്ചുള്ള വീണ്ടെടുപ്പിന്റെ മറ്റൊർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാനിനെ തകിടം മറിക്കാൻ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവജനത്തിന് സാത്താൻ ഇനിയും കഴിയത്തില്ല. അതാണ് ഈ വീണ്ടെടുപ്പിന്റെ വിലയുടെ പ്രത്യേകത. സ്തോത്രം. അന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കാൻ ദൈവമക്കളോർത്തോണ്ട് എന്നെക്കുറിച്ച് ദൈവത്തിനൊരു മാസ്റ്റർ പ്ലാനുണ്ട്. അതുറപ്പുള്ള ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതച്ചാ 85 വയസ്സിലും തീരത്തില്ല. ഹല്ലേലൂയ. അപ്പുറത്ത് കിടക്കുന്ന ഹെബ്രോൻ മല കീഴടക്കാൻ ഒരുത്തനും കഴിയാതെ ഇരുന്നപ്പോൾ ഒരു മനുഷ്യൻ ചെന്ന് വിളിച്ചു പറഞ്ഞു, തിരിച്ചു താ എനിക്ക്. ഹല്ലേലൂയ. ഇതെൻ്റെ അവകാശമാണ്. ഇതിനെ പിടിച്ചെടുക്കാൻ ലോകത്തിൽ ഒരൊറ്റ ശക്തിക്കും കഴിയത്തില്ല. കാരണം ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. ഇന്ന് പകൽ അതൊരു പാക്കേജാണ് ദൈവമക്കൾ. ഹല്ലേലൂയ. ഭയങ്കര വില കൊടുത്ത ആമേൻ. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു ആരാധനയെക്കുറിച്ച് വെളിപ്പാട് 5 എഴുതിയിട്ടുണ്ടല്ലോ. അവിടെ പറയുന്നത്, സ്തോത്രം, ഞാൻ സെൻട്രൽ പാസ്റ്റർ ആയിരുന്നു, ഞാൻ പോപ്പായിരുന്നു, ഞാൻ പിന്നെ സ്തോത്രം എന്തെല്ലാം ഞങ്ങളൊക്കെ ആരെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ സ്ഥലമാറ്റം തരത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ഇങ്ങനെ പാടുപെട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇതൊന്നും പറയത്തില്ല. ആമേൻ. അറക്കപ്പെട്ട കുഞ്ഞാടിനെ കണ്ട സമയത്ത്, മുദ്ര പൊട്ടിപ്പാൻ യോഗ്യനെ കണ്ടു കഴിഞ്ഞ സമയത്ത് മൂപ്പന്മാർ കിരീടങ്ങൾ കരങ്ങളിൽ നെടുത്തു. കാരണം കിരീടങ്ങളെക്കാൾ വലിയവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. സിംഹാസനങ്ങൾ നെഴുന്നേറ്റു. സിംഹാസനത്തെക്കാൾ വലിയവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ പന്തലിനകത്തും അങ്ങനെയുള്ള ഒരു ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. എന്നിട്ടും നിലത്തോട്ട് കിടന്നുകൊണ്ട് അവർ വിളിച്ചു പറഞ്ഞ വാക്ക് അറിയാവുന്നവർ ചേർന്ന് പറഞ്ഞേ, കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തത്തിന്റെ ഫലമായി കേരളത്തിൽ നിന്നും, ആമേൻ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും, ഗോത്രങ്ങളിൽ നിന്നും, ഭാഷകളിലും ഞങ്ങളെ നീ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്കുള്ളവരല്ല, വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ലോകത്തിൽ ആർക്കും കൊടുക്കാത്ത വില കൊടുത്താണ് എന്നെ എൻ്റെ യേശു വിലയ്ക്ക് വാങ്ങി വീണ്ടെടുത്ത നിന്ന് രാത്രിയിൽ ആമേൻ അകത്തളങ്ങളിൽ ഉറപ്പുള്ള ദൈവമക്കൾ 2 കരവും ഉയർത്തി പിടിച്ച് കുഞ്ഞാടിനൊരു മഹത്വം കൊടുത്താട്ട്, ദൈവ കുഞ്ഞാടിനൊരു ആരാധന കൊടുത്താട്ട്, 2 മിനിറ്റ് ആരാധന ഉയരട്ടെ. വീണ്ടെടുപ്പിന്റെ കർത്താവിന്റെ ക്രൂശീകരണം നടക്കുക. യേശുവിന്റെ ക്രൂശീകരണം നടക്കുക. സ്തോത്രം. പുറത്തെ ചോര മുഴുവൻ ഒഴുകി. മധ്യാഹ്ന സൂര്യന്റെ മുഴുവൻ വെയിലും ശരീരത്തിലടിച്ചു. 33 വയസ്സിന്റെ ഊർജം മുഴുവൻ ചോർന്നുപോയി. 2 മരത്തടികൾ എടുത്ത് തോളെ വെച്ചു കൊടുത്തു. പ്രപഞ്ചത്തെ ചുമക്കുന്നവൻ, ആധിപത്യം തോളിലുള്ളവൻ, ബ്രദർ, നിന്നെ വിലയ്ക്ക് വാങ്ങാൻ 2 മരത്തടികൾ പൊക്കാൻ, ഭാരം എടുക്കാൻ കഴിവില്ലാതെ ആമേൻ സ്ലീബ പാതയിൽ കമിഴ്ന്നുരുണ്ടു വീണു. ക്രൂശീകരണ സ്ഥലത്തെത്തുന്നതിന് മുമ്പേ ചത്തുപോയാൽ ശതാധിപന്റെ ജോലി പോവും.
ആമേൻ. അല്ലാതെ അവന് കനിവ് തോന്നിയിട്ടൊന്നുമല്ല. മേളിൽ ചെല്ലുന്നതിന് മുമ്പേ, ക്രൂശീകരണത്തിന് മുമ്പേ ചത്തുപോയാൽ അവൻ്റെ ജോലി പോവും. അതുകൊണ്ട് അവൻ എത്തിക്കുത്തി നോക്കിയപ്പം അന്ന് ഈ നഗരത്തിൽ വിപ്ലവം ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഉച്ചയ്ക്ക് അവധി കൊടുത്തതാ. ആമേൻ. അങ്ങ് ഉത്തരാഫ്രിക്കയെന്ന് ഇച്ചിരി കളറ് കുറഞ്ഞൊരു മനുഷ്യൻ 2 പൊടിക്കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി ഭാര്യയും ഒരുമിച്ച്, ആമേൻ, പെസഹ കാലങ്ങളിൽ, ആമേൻ, അടുത്ത വിത്തുകൾ വിതച്ചത് തിരിച്ചു കൊയ്യുന്ന പെന്തിക്കോസിന് മുമ്പേ, ആമേൻ, എന്തെങ്കിലും കിട്ടാൻ പാകത്തിൽ ഉത്തരാഫ്രിക്കയിൽ നിന്ന് നടന്നും കപ്പലേ കയറിയും ഇവിടെ വന്ന് കിടക്കുക. ഉച്ചയായപ്പോൾ നഗരത്തിൽ അവധി പ്രഖ്യാപിച്ചു. പക്ഷെ അവൻ പോകുന്ന വഴിയിൽ ഒരു ആരവം കേൾക്കാം. ആമേൻ. ഇവൻ എന്താണെന്നറിയാൻ എത്തിക്കുത്തി നോക്കുമ്പോൾ ഇവൻ്റെ കളറ് മോശമായതുകൊണ്ടും ഇവൻ അവിടുത്തുകാരനല്ലാത്തത് കൊണ്ടും ചോദിക്കാനും പറയാനും ആരുമില്ലാത്തത് കൊണ്ടും ശതാധിപന്റെ വാൾ അവൻ്റെ തോളിന്മേൽ വന്നു. എടുക്കടാന്ന് പറഞ്ഞ് ക്രൂശ്. ആമേൻ. ഉത്തരാഫ്രിക്കക്കാരനായ, ആമേൻ, ഒരു മനുഷ്യൻ, കളറ് കുറഞ്ഞവൻ, 2 മരത്തടിയും ചുമന്ന്, ആമേൻ, പുറം മുഴുവൻ ചോരയൊലിക്കുന്ന, ആമേൻ, ശരീരം മുഴുവൻ തുപ്പലേറ്റ, ദേഹം മുഴുവൻ തളർന്നതായ നിത്യതയുടെ രാജകുമാരന്റെ കൂടെ ചേർന്ന് നടക്കുക. ഒരു 1000 മീറ്ററോളം നടപ്പുണ്ടെന്നാണ് പറയുന്നത്. ഇത് നടന്ന സമയത്ത് നസ്രയനായ യേശു കുറേനക്കാരനോട് എന്നാ വർത്താനം പറഞ്ഞൊന്ന് അറിയാൻ ഒരു കൊതിയുണ്ട്. ആമേൻ. അതെന്തെങ്കിലും നമ്മൾ അറിയും. പക്ഷെ ഒരു കാര്യം സംഭവിച്ചു. നിർബന്ധത്താലാണെങ്കിലും ക്രൂശ് ചുമന്നത് കൊണ്ട് ആ 2 മരത്തടിമേൽ പകർന്ന ചോര മുഴുവൻ അവന്റെ ശരീരത്തിൽ വീണു. കുരിശ് കാണാൻ നിൽക്കാതെ അവൻ വീട്ടിലോടിയെന്ന് കരുതിക്കോളൂ. ഓടിച്ചെല്ലുമ്പോൾ മിസ്സസ്, ആമേൻ, സൈമൺ അവിടെ ഉണ്ട്, മിസ്സസ് ഷിമോൻ അവിടെ ഉണ്ട്, കുറേക്കാരൻ്റെ ഭാര്യ. എൻ്റെ അച്ചായനെ ചോദിക്കാനും പറയാനും ആരുമില്ല. ഒരു യഹൂദനെ തൊടത്തില്ല, ഒരു റോമനെ തൊടത്തില്ല, ഇവൻ്റെ പണി പോവും. പക്ഷെ എൻ്റെ അച്ചായനെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തതുകൊണ്ട് അച്ചായൻ്റെ ശരീരം മുഴുവൻ ചോര. ഭാര്യ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. മമ്മിയുടെ ശരീരത്തേലും ചോര. ഇത് കുലപാതകന്റെ ചോരയല്ല, വീണ്ടെടുപ്പുകാരൻ്റെ രക്തമാണ്. ഈ ഭാര്യയുടെ പേരെനിക്കറിയത്തില്ല. പക്ഷെ ആ വീട്ടിൽ 2 കൊച്ചു പിള്ളേരുണ്ടായിരുന്നു. പപ്പായുടെയും മമ്മിയുടെയും മണ്ടയ്ക്ക് ചോര കണ്ടുകൊണ്ട് 2ഉം കൂടെ കയറി പിടിച്ചു. അവന്മാരുടെ പേര് ഞാൻ പറയാം. അലക്സാണ്ടറും 2ൻ്റെ മണ്ടയ്ക്ക് ചോര പുറത്തു. പക്ഷെ കാലം കടന്നു പോയപ്പോൾ മറ്റൊരു കാര്യം സംഭവിച്ചു. കുറേനക്കാരനായ ശീമോൻ ചരിത്രം വിശ്വസിക്കാമെങ്കിൽ സ്മുർന്നയിലെ ബിഷപ്പായിട്ട് മാറി. കറതീർന്ന യഹൂദനായ പൗലോസ് പറഞ്ഞു, എനിക്കും അമ്മയായ അവരുടെ അമ്മ. ആ 2 പിള്ളേരെ ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞു, ഇവർ ലോക പ്രശസ്തരെന്നല്ല പറഞ്ഞത്, കർത്താവിൽ പ്രസിദ്ധരായ രൂഫോസിന്റെയും അലക്സാണ്ടറിന്റെയും എൻ്റെ അമ്മയായ അമ്മ. ഹല്ലേലൂയ. നസ്രയന്റെ കുരിശ് നിർബന്ധത്താൽ ചുമന്നതിനാൽ ചോര പുരണ്ട ഒരു കുടുംബത്തെ സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ അത്ഭുതകരമായി പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലേ, നിന്നെയും നിന്റെ തലമുറയും തൊടാൻ കഴിയാതെ വണ്ണം ഒരു പവർ ഇന്ന് രാത്രിയിൽ കുരിശ് ചുമന്ന ചിലർക്ക് കർത്താവ് ഭാഗ്യമായി തരാൻ പോവാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എനിക്ക് തന്ന വീണ്ടെടുപ്പിന്റെ വിലയ്ക്കായി ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞേ. എന്റെ വീടിനെ വീണ്ടെടുത്ത്, എന്റെ കുടുംബത്തെ വീണ്ടെടുത്ത്, എന്റെ തലമുറകളെ വീണ്ടെടുത്ത്, വീണ്ടെടുപ്പിന്റെ ശക്തിക്കായി ആ കരമുയർത്തി ഒരു 5-6 ഹല്ലേലൂയ പറഞ്ഞ്. ഇത്ര വലിയ രക്ഷയെ നീ അഗണ്യമായി വിചാരിച്ചാൽ നരകത്തിൽ നിന്ന് നിനക്ക് തെറ്റിയൊഴിയാൻ കഴിയത്തില്ലെന്ന് ആസന്ദിഗ്ധമായി തിരുവെഴുത്തിനെ ഉയർത്തിപ്പിടിച്ച് ഞാൻ പ്രഖ്യാപിക്കുന്നു. നരകത്തീക്കകത്തുനിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ. ഹല്ലേലൂയ. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് കൺവെൻഷനിൽ പ്രസംഗിച്ചിറങ്ങാം. എനിക്ക് തന്നെ തോന്നിയ നല്ല വാചകമൊക്കെ ആയിരുന്നെന്ന്. ഒരു 75 വയസ്സുള്ള അപ്പച്ചൻ, ഹല്ലേലൂയ, ഊണ് കഴിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, മക്കളെ, ഞാനൊക്കെ പ്രസംഗിക്കുന്ന കാലത്ത് പ്രസംഗം നിർത്തുന്നതിന് മുമ്പേ ജനത്തോടൊരു ചോദ്യം ചോദിക്കും, ഇന്ന് നീ മരിച്ചാൽ
നിന്റെ നിത്യത എവിടെയാണ്? എറിഞ്ഞു തരിക ചോദ്യം. ഇന്ന് രാത്രി യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാത്ത വ്യക്തിയാണ് നീയെങ്കിൽ ഇന്ന് രാത്രി സമർപ്പിച്ചോ. നിന്റെ മുമ്പിൽ സ്വർഗ കവാടം ഇന്ന് രാത്രി തുറക്കുക. നിന്റെ മുമ്പിൽ നിത്യതയുടെ ജീവന്റെ ശക്തി നിന്റെ മേൽ തുറക്കാൻ പോവാ. രണ്ടാമത്തെ പ്രത്യക്ഷതയെക്കുറിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ മൂന്നാം ദിവസത്തെ കൺവെൻഷന് ആമേൻ നിർത്താൻ കഴിയത്തില്ലല്ലോ. രണ്ടാമത്തെ പ്രത്യക്ഷതയെക്കുറിച്ച് സകല മനുഷ്യർക്കും വേണ്ടി പ്രത്യക്ഷമായ ദൈവകൃപ, ഉദിച്ച കൃപയുടെ കർത്താവ് ഹല്ലേലൂയ, അവൻ വീണ്ടും പ്രത്യക്ഷനാകാൻ പോകുകയാണ്. അവൻ വീണ്ടും പ്രത്യക്ഷനാകാൻ പോകുകയാണ്. ചാലക്കുടിയിൽ ഒരു കൺവെൻഷന് പ്രസംഗിക്കാൻ ചെന്നു. ഇടയ്ക്കാട്ടെ സ്വാതന്ത്ര്യമൊന്നുമില്ല. അടി കിട്ടുമെന്ന് പേടിച്ചുകൊണ്ടാണ് യോഗത്തിൽ പ്രസംഗിക്കുന്നത്. അടി കിട്ടുമെന്ന് പേടിച്ചുകൊണ്ടാണ്. കാരണം 50 പേരേ ഉള്ളൂ, പാവപ്പെട്ട വിശ്വാസികളാണ്. പാസ്റ്റർ പറഞ്ഞു, പാസ്റ്ററെ അടി കിട്ടുകയാണെങ്കിൽ അന്നേരം തന്നെ കാറെ കയറി ഇരുന്നോണം, പാസ്റ്റർ അങ്ങ് വിട്ടുപോക്കോ, അടിയല്ല ഞങ്ങൾ കൊണ്ടോളാം എന്ന് പറഞ്ഞു. പേടിച്ചവിടെ നിൽക്കുക. രണ്ട് മതിലിൻ്റെ ഇടയ്ക്കൂടെ യോഗസ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ ഒരു വിദ്വാൻ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ വായിച്ചു. യേശു വീണ്ടും വരും, ഞങ്ങൾ അവനെ വിളിച്ച് വീണ്ടും ക്രൂശിക്കും. അന്നെനിക്ക് പറയാൻ ധൈര്യമില്ല, ഇന്നെനിക്ക് ധൈര്യമുണ്ട്. ഇന്ന് ഞാൻ പറയുന്നു, നോക്കിയിരുന്നോടാ, നിനക്ക് തൊടാൻ കഴിയത്തില്ല. അന്ന് ഞാങ്ങണത്തണ്ടും പിടിച്ചുകൊണ്ട് പോയവൻ ഇനി ഇറങ്ങി വരുന്നത് ഇരുമ്പ് ദണ്ടോട് കൂടെയാണ്. അന്ന് യെരുശലേമിൽ നടന്നു പോയവൻ ആർക്കും പിടിച്ചടക്കാൻ കഴിയാത്ത ആമേൻ വെള്ളക്കുതിരമേൽ ഇറങ്ങി വരാൻ പോകുകയാണ്. അവൻ്റെ നാവിന് മുമ്പിൽ, അവൻ്റെ സാന്നിധ്യത്തിന് മുമ്പിൽ നിൽക്കാൻ ആർക്കും കഴിയത്തില്ല. മുൾമുടി അണിഞ്ഞ് പോയവൻ പൊന്മുടി അണിഞ്ഞ് ഇറങ്ങി വരാൻ സമയമായി. ഒരുപക്ഷെ ഇന്ന് രാത്രി തീരുന്നതിന് മുമ്പേ യേശു കർത്താവ് വരത്തക്കവണ്ണം അവൻ നമ്മുടെ വാതുക്കലായിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തത് കൊണ്ട് ഇന്ന് രാത്രിയും നിവർന്ന് തലപൊക്കിയാൽ ഇന്ന് രാത്രിയിൽ നമുക്ക് തിരിച്ചറിയാം, ആമേൻ, പോയതുപോലെ മടങ്ങി വരുമെന്ന് 2 ദൂതന്മാർ വിളിച്ചു പറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ദിവസങ്ങളിൽ ഒന്നിലിറങ്ങി വരും. 2019 ഡിസംബർ മാസം 5-ാം തീയതി ആമേൻ ഇത് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അമേരിക്കയിലെ ഇപ്പോഴത്തെ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യത്തെ പ്രസിഡൻസിയിൽ ആമേൻ അദ്ദേഹം വൈറ്റ് ഹൗസിൽ നടന്നതായ രാത്രി 12 മണിക്ക് നടന്നതായ ഒരു ഓവൽ സർമണിൽ, ഓവൽ പ്രീച്ചിങ്ങിൽ അദ്ദേഹം ലോകത്തോട് അപ്രതീക്ഷിതമായി ചെയ്ത ഒരു സംഭവമാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, യെരുശലേമിനെ ഇസ്രയേലിൻ്റെ തലസ്ഥാനമായി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അന്ന് വരെ 2019 ഡിസംബർ മാസം 4-ാം തീയതി വരെ ഇസ്രയേലിൻ്റെ തലസ്ഥാനം ഒഫീഷ്യലി ടെൽ അവീവായിരുന്നു. ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഡൊണാൾഡ് ട്രംപ് എന്ന ആ മനുഷ്യൻ ഒറ്റ രാത്രിയിൽ പ്രഖ്യാപിച്ചു, യെരുശലേമിനെ ഇസ്രയേലിൻ്റെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചു. പിറ്റേ ദിവസം വൈകുന്നതിന് മുമ്പേ 30 രാജ്യങ്ങൾ അത് ഏറ്റുപറഞ്ഞു. ആമേൻ. അടുത്ത വർഷം 2020 ഫെബ്രുവരി മാസം ഏതാണ്ട് ആദ്യത്തെ ആഴ്ചയിൽ അമേരിക്കയിലെ ഏറ്റവും വലിയ പെന്തിക്കോസ് സഭയുടെ പാസ്റ്ററായ ജോൺ ഹേഗി അവിടെ യെരുശലേമിലെ അമേരിക്കൻ എംബസിക്ക് തറക്കല്ലിട്ടു. ഇന്ന് 65 രാജ്യങ്ങളുടെ എംബസികൾ അവിടെയുണ്ട്. ഒരിക്കൽ മരുഭൂമി എന്ന് കരുതിയ രാജ്യം ആർത്തു വളരായി തുടങ്ങി. 4 വശത്ത് നിന്നും യുദ്ധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, യുദ്ധശ്രുതികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു അൺഎൻഡിങ് വാറാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് ലോകരാഷ്ട്രങ്ങളുടെ ചേരിതിരിവുകൾ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ ഇന്ന് രാത്രിയിൽ ഈ പുസ്തകം ഉയർത്തിപ്പിടിച്ച് ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ഈ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരിക്കൽ ആമേൻ കൃപ നൽകാൻ പ്രത്യക്ഷനായവൻ തനിക്കായി കാത്തു നിൽക്കുന്നവരെ ചേർക്കുവാൻ ഈ ദിവസങ്ങളിൽ നിന്ന് ആകാശമേഘങ്ങളെ വാഹനമാക്കി ഇറങ്ങി വരുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഹല്ലേലൂയ പറഞ്ഞു. മുൾമുടി അണിഞ്ഞു പോയവൻ ഈ ദിവസങ്ങളിലൊന്നിൽ ആമേൻ അനേക രാജമുടികൾ ഇറങ്ങി വരുമ്പോ ഹല്ലേലൂയ. സഭായുഗത്തിന് വന്നില്ലേലും ഒരു കുഴപ്പമില്ലാന്ന് ചിന്തിക്കുന്ന കുറേ പേര് ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം കൈലി ഉടുത്തുകൊണ്ട് സ്വോത്രകാഴ്ചയുണ്ട്, വീട്ടിലെ സഭായോഗം വീട്ടിലുണ്ടെന്ന്. സ്വോത്രം. സഭായോഗത്തിനകത്തോട്ട് അതിൻ്റെ എന്നാ പേര് പറഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ദയവായിട്ടൊന്ന് മാനസാന്തരപ്പെട്ട് ഞായറാഴ്ച സഭായത്തിന് കാണാം.
അത് ദൈവം ഒരു പ്രത്യേക സീസണിലേക്ക് വെച്ചതാണ്. വയ്യാത്തവരോ കിടക്കുന്നവരോ ഒക്കെ കണ്ടോട്ട് നല്ല ആരോഗ്യമുള്ള വീട്ടിൽ ഇരുന്ന് കൈലീവെടുത്ത് സ്തോത്രവും പറയാതെ അല്ലേലിയായും പറയാതെ ആരാണ്ടര പ്രസംഗം കേൾക്കുമ്പോൾ ഫ്ലിപ്പ് ചെയ്ത് മാറ്റി അതിൻ്റെ ഇടയ്ക്ക് തന്നെ കയറി വരുന്നതായ സ്തോത്രം ഉപ്പും മുളകും കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വിശ്വാസി ഉണ്ടെങ്കിൽ കുറേ പേര് ഇവിടെ ചിരിക്കുന്നുണ്ട്. അവർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി. ഇവിടെ ഇരിക്കുന്ന പലർക്കും അത് മനസ്സിലായില്ല. അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഓർത്തോണം, കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, അതിൻ്റെ ഇടയ്ക്ക് കർത്താവ് വരും. ആ സമയത്ത് ആമേൻ, സഭായോഗത്തിൽ പോകാത്ത നീ കൈവിടപ്പെടും. പണ്ടൊന്നും ഞാൻ ഇങ്ങനൊന്നും പറയത്തില്ലായിരുന്നു പാസ്റ്റർ, പണ്ടൊന്നും ഞാൻ ഇങ്ങനൊന്നും പറയത്തില്ല. കാരണം നിങ്ങളെയൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കി, എന്നാലേ അടുത്ത പ്രാവശ്യം വിളിക്കത്തുള്ളൂ, സോഫ്റ്റ് ആക്കിയേ പോകത്തുള്ളൂ. പക്ഷെ വിശുദ്ധ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കുന്ന പിശാചുള്ള പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഈ ആരാധനയിൽ അത് പുറത്ത് കളയണം. ഒറ്റ സഭായം മുടക്കരുത്. 10ന്റെ സഭായം 11:30 വരുന്നവൻ്റെ കാര്യമല്ല പറഞ്ഞത്. യേശു വരുമ്പോൾ പുതിയ യെരൂശലേം നഗരത്തിൽ ആമേൻ 400 ഏക്കർ സ്ഥലം കിട്ടുമെന്ന് ഈയിടെ ആരാണ്ട് പറഞ്ഞപ്പോൾ 3-4 സ്തോത്രം ഞങ്ങളുടെ പത്രോസ് സഹോദരൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ആമേൻ, തലകീടായി ക്രൂശിക്കപ്പെട്ട പത്രോസിനും 400 സഭായോഗം കൊടുക്കുന്ന ഞങ്ങളുടെ പത്രോസിനും 400 കിട്ടാൻ ഒരു സാധ്യതയില്ല. ഇന്ന് രാത്രിയിൽ വിശുദ്ധ സഭായോഗങ്ങളെ ഉഴപ്പാതെ അവൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ ദൈവഭക്തിയോടും സുബോധത്തോടും കൂടെ, ഞാൻ ആ വാക്യങ്ങൾ വീട്ടിൽ ചെന്ന് പഠിച്ചു, ദൈവഭക്തിയോടും കൂടെ കർത്താവിന് ഇഷ്ടമില്ലാത്ത സകല സ്വഭാവവും മാറ്റിക്കളഞ്ഞ് ദൈവഭക്തിയോടും സുബോധത്തോടും നീതിയോടും കൂടെ ഇന്ന് രാത്രിയിൽ ഈ ആരാധനയിൽ നിന്ന് മടങ്ങിപ്പോകാൻ ഒരു സമർപ്പണമുള്ളവരൊക്കെ കണ്ണുകളൊന്ന് അടച്ചാട്ട്, കണ്ണുകൾ അടച്ച് ഹല്ലേലൂയ, എന്നെ വീണ്ടെടുത്ത വീണ്ടെടുപ്പിനായിട്ട് ഒരിക്കലൂടെ ആ 2 കരം ഉയർത്തി ഒരു 5-6 ഹല്ലേലൂയ ഒരുമിച്ച് പറഞ്ഞേ. 2 മിനിറ്റും ആരാധന ഉയരട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കാൽവരിയിൽ യാഗമായ യേശുവിനെ ഈ യോഗത്തിൽ ഉയർത്തുവാൻ ഈ 3-ാം രാത്രിയിൽ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. സകല മനുഷ്യർക്കും വേണ്ടിയാണ് പ്രത്യക്ഷമായത്. ഇനിയും വരുന്ന സകല മനുഷ്യർക്ക് വേണ്ടിയല്ല. തനിക്കായി കാത്തു നിൽക്കുന്ന കുറെ പേരുണ്ട്, തനിക്കായി കാത്തു നിൽക്കുന്ന കുറെ പേരുണ്ട്. ഇന്ന് രാത്രി അങ്ങനെ കാത്തു നിൽക്കുന്ന കുറെ പേർ ഈ ആരാധനാലയത്തിലുള്ളവർക്ക്, അവർക്ക് യേശു വരുമെന്ന് പറയുമ്പോൾ അവരുടെ മുഖം സന്തോഷിക്കും, അവരുടെ കൈയടയ്ക്കും, അവർ ആരവാരത്തോടെ കർത്താവിനെ ആരാധിക്കും. ആ കരമടിച്ച് യേശു വരുമെന്ന് ഉറപ്പുള്ളവർ ഒന്ന് കരമടിച്ച് ആരാധിച്ചാട്ട്.